ബഹുമാനിയായ ഏഞ്ചൽ കൊച്ചമ്മ ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിവന്ദ്യ തേവോദോറോസ് തിരുമേനി, അഖില മലങ്കര മർത്തമറിയ സമാജ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന മാത്യു വർഗീസ് അച്ഛൻ, ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന മറിയക്കുട്ടി ടീച്ചർ, മാവേലിക്കര ഭദ്രാസനത്തിലെ മർത്തമറിയ സമാജത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു തോമസ് അച്ഛൻ, ഔഗേൻ റമ്പാച്ചൻ, പരുമല സെമിനാരിയുടെ മാനേജറായിരിക്കുന്ന ഔഗേൻ റമ്പാച്ചൻ, മത്തായി വേലനിലത്തിലച്ഛൻ, പരിചയമില്ല, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മർത്തമറിയ സമാജ അംഗങ്ങളെ, വളരെ സന്തോഷത്തോടെയും പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ഇന്ന് മർത്തമറിയ സമാജം അതിൻ്റെ സംഗമം നടത്തുമ്പോൾ നമുക്കറിയാം, പരുമല തിരുമേനിയുടെ 112 ഓർമ്മ ആചരിക്കുന്ന ഈ മഹനീയമായ വേള, ഈ മഹനീയമായ വേളയിൽ ജീവിതം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് അനേകർക്ക് മാതൃകയും അനേകർക്ക് ആശ്വാസവും പകർന്നു തന്ന പരുമല കൊച്ചു തിരുമേനിയുടെ ഈ ഓർമ്മ ആചരിക്കുന്ന വേദിയിൽ നിന്നുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും നമ്മുടെ കുടുംബജീവിതത്തെ പറ്റി ഒരു വിശകലനം നടത്തുവാനും അതിലൂടെ നമ്മുടെ പാളിച്ചകളെയും നമ്മുടെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും ഒക്കെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ ഒരു പരിവർത്തനം നടത്തുവാൻ ഈ ഓർമ്മ ആചരണം, പരുമല തിരുമേനിയുടെ 112 ഓർമ്മ ആചരണം ഒരു നിമിത്തമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ദീർഘമായ ഒരു പ്രഭാഷണമായിട്ട് ഇതിനെ ആരും കണക്കാക്കരുത്. ഏകദേശം 10 വർഷങ്ങളിലൂടെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ കണ്ടുമുട്ടിയിട്ടുള്ള കുറച്ച് ജീവിത പുസ്തകങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാരുടെ മുമ്പിൽ തുറന്നു വയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വർഷം നമുക്കറിയാം, മാനവ ശാക്തീകരണ വിഭാഗം അവർ ഒന്നാകുന്നു എന്ന ഒരു തീമോടുകൂടി കുടുംബ നവീകരണത്തിനും കുടുംബ ശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വർഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നടക്കുന്ന ഒന്നാണ്. പക്ഷെ ഇന്ന് ആ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നും അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പറിച്ചു നടപ്പെടുകയാണ് എന്നും അത് നമ്മുടെ ചുറ്റുവട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുപോലെ മറ്റൊരു വിവാഹം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ, അല്ലെ ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ആർഭാടത്തോടുകൂടി വിവാഹങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീമാറ്റിക് വെഡ്ഡിങ്ങും പലതരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ ആവിർഭാവത്തോടുകൂടി പലതരത്തിലുള്ള വിവാഹ മാമാങ്കങ്ങൾ നമ്മൾ ഒരുപക്ഷെ കൂടിയിട്ടുണ്ടാവും, കൂടുന്നുമുണ്ടാവും. വരനും വധുവും ഒന്നു ചേരുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് അവരൊന്നാവേണ്ട ഒരു വേദിയാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും പ്രീ മാരേജ് കോഴ്സുകൾക്ക് ക്ലാസ്സുകൾ നയിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, വിവാഹത്തിൻ്റെ ഒരുക്കം എത്രത്തോളമായി എന്ന്. ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ വിവാഹാർത്ഥികൾ പറയുന്ന മറുപടി ഇതാണ്. എന്തായിരിക്കും? ഏതാ? എനിക്ക് നിങ്ങളുടെ കൂടെ സഹകരണമുള്ളൊരു ക്ലാസ്സാണ് ഇഷ്ടം. എന്തായിരിക്കും?
ഞങ്ങളുടെ കാലത്തില്ലായിരുന്നു. പക്ഷേ ഈ തലമുറയിൽപ്പെട്ടവരുടെ മക്കളുടെ വിവാഹമാണ് നടക്കുന്നത്, ഇല്ലേ? ഒരു പരിധിവരെ അങ്ങനെയുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ട്. വിവാഹാർത്ഥികളോട് വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ എവിടം വരെയായി എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടിയിൽ ഒന്നിതാണ്. എന്തായിരിക്കും? ഡ്രസ് എടുത്തു, ഗോൾഡ് എടുത്തു, ബ്യൂട്ടി പാർലറിൽ പോകാൻ തുടങ്ങി, പിന്നെ ഇത് ക്ഷണം ഒരു പരിധി വരെയൊക്കെ ആയി വരും. എന്നാ വിവാഹം എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു 1 2 അല്ലെങ്കിൽ 10 ദിവസത്തിന്റെ ഇടവേളയൊക്കെ ഉണ്ടാവാം. വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ അവിടെ അവസാനിച്ചു. ബാക്കി ഒരുക്കങ്ങൾക്ക് അവർ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവന്റ് മാനേജ്മെന്റ് ടീമിന്. ശരിയല്ലേ? ആണോ? അതെ. പക്ഷെ ഇവിടെ വിവാഹത്തിന് ഒരുങ്ങുന്ന വ്യക്തി ആധ്യാത്മികമായിട്ടും മാനസികമായിട്ടും ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ട് നിൽക്കുന്നു. വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്ന വ്യക്തി ഈ കൂദാശ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. നിവൃത്തികേട് കൊണ്ട് ചിലപ്പം പള്ളിയിൽ അച്ഛൻ്റെ ഒക്കെ നിർബന്ധം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടോ? കുമ്പസാരിച്ചിട്ടുണ്ട്. അവിടെ ആധ്യാത്മികമായ ഒരു ഒരുക്കം അവസാനിക്കും. ഇനി മാനസികമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, മാനസികമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? പല പെൺകുട്ടികളോടും വിവാഹത്തിന് സമ്മതമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പറയും, അത് വീട്ടിൽ പപ്പായും മമ്മിയും ഒക്കെ പറഞ്ഞു, ഇനി നിർത്തിക്കൊണ്ട് നിൽക്കാൻ പറ്റുകയില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് അവര് തീരുമാനിച്ചു, നമ്മൾ ഓക്കെ. അല്ലാതെ ഇപ്പൊ ആൺകുട്ടികളോട് ചോദിച്ചാലും സമാനമായ ഒരു മറുപടിയാണ് കിട്ടുന്നത്. ആൺകുട്ടികളോട് ചോദിച്ചാൽ കുറച്ചുകൂടി വ്യത്യസ്തമായൊരു മറുപടി കിട്ടും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ കല്യാണം കഴിച്ചു തുടങ്ങി. ഇപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, നീ എന്താ കല്യാണം കഴിക്കാത്തത്? അതുകൊണ്ട് ഞാനും അങ്ങ് തീരുമാനിച്ചു. ഇങ്ങനെയാ പലപ്പോഴും ഇന്ന് നമ്മുടെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖേദമെന്ന് പറയട്ടെ, മാമാങ്കങ്ങളായിട്ട് കൊട്ടിഘോഷിക്കപ്പെടുന്ന പല വിവാഹങ്ങളും 1 2 വർഷം, മാസം, ദിവസങ്ങൾ കൊണ്ടുപോലും വേർപിരിയുന്ന സാഹചര്യങ്ങളും ഇന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമീപ കാലഘട്ടങ്ങളിൽ ഞാൻ തന്നെ പ്രീ മാരേജ് കോഴ്സ് നടത്തിയ, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുത്ത ഒരു പ്രീ മാരേജ് കോഴ്സിൽ പങ്കെടുത്ത ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞിട്ട് ഒരു 2 മാസത്തിൽ ഏറെ ആയിട്ടില്ല. പെൺകുട്ടിയുടെ വീട്ടിലാണ് താമസം, ചെറുക്കൻ ജോലി സ്ഥലത്തോ. പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ട കാലഘട്ടം. ഒരുപാട് പ്രതീക്ഷകളോടെ വിവാഹത്തിൻ്റെ വേദിയിലേക്ക് വരുന്ന ദമ്പതിമാര്, ഇപ്പോൾ പുരുഷനാണെങ്കിൽ എൻ്റെ ഭാര്യ എങ്ങനെ ആവണം, എൻ്റെ ഭാര്യയിൽ നിന്ന് ഞാൻ ഇത്രമാത്രം പ്രതീക്ഷിക്കുന്നു എന്നുള്ള വലിയ പ്രതീക്ഷകളോടുകൂടി വിവാഹവേദിയിലേക്ക് പുരുഷൻ കടന്നു വരുന്നു. അതേപോലെ സ്ത്രീയും ഒരുപാട് പ്രതീക്ഷകളോടെയാണ് കടന്നു വരുന്നത്. എൻ്റെ ഭർത്താവ് ഇങ്ങനെയാവണം, എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത്. പലപ്പോഴും പ്രതീക്ഷകൾ വലിയതും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ പരിമിതവുമായി മാറുന്നു. പ്രതീക്ഷകളെ ചോദിക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായ പ്രതീക്ഷകളൊക്കെ കേൾക്കാം. ഈ പ്രതീക്ഷകൾ നമ്മൾ വാനോളം പ്രതീക്ഷകൾ വെച്ച് പുലർത്തുമ്പോൾ നമുക്ക് പലപ്പോഴും കിട്ടുന്നതിൽ തൃപ്തിപ്പെടാൻ പറ്റാത്ത ഒരു മനസ്സ് മനുഷ്യന് ഉണ്ടാവുന്നതാണ്. വിവാഹത്തിൻ്റെ ഒരുക്കവുമായി ബന്ധപ്പെടുമ്പോൾ, മാനസികമായ ഒരുക്കവുമായി ബന്ധപ്പെടുമ്പോൾ
സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം, പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ബൗദ്ധികമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, സ്ത്രീ എന്താണ് പുരുഷൻ എന്താണ് എന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നില്ല. അതിലെ കൂദാശയുടെ ഭാഗം അതൊരു വലിയ ഭാഗമാണ്. കൂദാശയുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരും ബോധവതികളുമല്ല. നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും കുടുംബമാകുമ്പോൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യുന്നതാണോ നല്ല കുടുംബങ്ങൾ? ആണോ? അല്ല. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിവൃത്തികേട് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അല്ലാതെ അതൊരു നല്ല കുടുംബ ജീവിതത്തിന് വേണ്ട ഒരു ഘടകമല്ല അഡ്ജസ്റ്റ്മെന്റ്. ഒരു നല്ല കുടുംബ ജീവിതത്തിന് ആദ്യം വേണ്ടത് പരസ്പരം ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സ് പുരുഷനും സ്ത്രീക്കും ഉണ്ടാവും. ആയിരിക്കുന്ന അവസ്ഥയിൽ പരസ്പരം അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സ്. ഇവിടെ വലിപ്പ ചെറുപ്പങ്ങളിൽ സ്ത്രീയുടെയും പുരുഷന്റെയും പ്രത്യേകതകൾ എടുത്തു നോക്കിയാൽ അവരെ സൈക്കോളജിക്കലി പറയുമ്പോൾ ഞങ്ങൾ പറയും കോംപ്ലിമെന്ററി ആണ് എന്ന് പറയും. പരസ്പര പൂരകങ്ങൾ. പുരുഷനുള്ള കഴിവുകളിൽ പലതും സ്ത്രീക്കില്ല, സ്ത്രീക്കുള്ള കഴിവുകളിൽ പലതും പുരുഷനുമില്ല. പക്ഷേ ഇവർ രണ്ടും ഒന്ന് ചേരുമ്പോഴാണ് പൂർണ്ണരായി മാറുന്നത്, അല്ലെങ്കിൽ അവർ ഒന്നായി മാറുന്നത്. ഈ കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പ് അതിനെ മനസ്സിലാക്കുവാനും അത് കുടുംബജീവിതത്തിൽ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനും ദമ്പതികൾ ഒരുക്കമാകുമ്പോഴാണ് കുടുംബജീവിതം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നീർച്ചാലിൽ കൂടെ പതിയെ മുമ്പോട്ട് പോകുവാൻ തുടങ്ങുന്നത്. അല്ലാത്ത പക്ഷം കാറ്റും കോളുമുള്ള ഒരു കടലായിട്ട് കുടുംബജീവിതം മാറും. ദമ്പതികൾ തമ്മിലുള്ള ഒരു ഐക്യം, പരസ്പരം മനസ്സിലാക്കി, ഇതൊക്കെ കുടുംബജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ. ഐക്യം പലപ്പോഴും ഇന്നുണ്ട്. എങ്ങനെയാ? നമ്മൾ ചില പരസ്യങ്ങളിൽ കാണുന്നത് പോലെ. എങ്ങനെയാ? ചില പരസ്യങ്ങളിൽ ഐക്യത്തെ പറ്റി നമ്മൾ കാണാറുണ്ട്. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഒരേ കളറിലുള്ള ഡ്രസ്സും ഒരേ ഇഷ്ടങ്ങളുമൊക്കെ ആയിരിക്കും കുടുംബജീവിതം എന്ന് നമ്മൾ ധരിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ. ഞാൻ പറഞ്ഞു, കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പ്, പരസ്പര പൂരകങ്ങളാണ്. പുരുഷന്റെ തലച്ചോറിന്റെ പ്രത്യേകത അനുസരിച്ചാണെങ്കിൽ കാര്യകാരണ സഹിതം, അതായത് ലോജിക്കൽ തിങ്കിങ്, റീസണിങ്, ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ പുരുഷന്മാർക്ക് കൂടുതലുള്ളപ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ തലച്ചോറിൽ ഏറ്റവും വികസിച്ച് നിൽക്കുന്ന ഒരു ഏരിയ ഏതാണെന്നൊന്ന് ഗസ് ചെയ്യാമോ? എന്തായിരിക്കും? ഞങ്ങൾ പറയും വെർബൽ ഏരിയയും ഇമോഷൻ്റെ ഏരിയയോ. ഇമോഷൻ തൊട്ടാ പൊള്ളും അല്ലേ? ഒന്ന് നേരെ നോക്കിയാൽ മതി, കരയും. മുഖഭാവം ഒന്ന് മാറിയാൽ മതി, ഇമോഷൻ മാറി. വെർബൽ ഏരിയ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരാണ്? സ്ത്രീകളാണ്. പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇവിടെ ഇരിക്കുന്നത് സ്ത്രീജനങ്ങളായതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയത്തെ കുറിച്ച് ഫോക്കസ് ചെയ്ത് പറയാം. കുടുംബ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന സ്ത്രീകളുടെ പ്രധാനപ്പെട്ട പരാതി എന്താണ്? ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ഭർത്താവ് എങ്ങനെ കേൾക്കുന്നില്ല, ഏതാ അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ അത്രയും പറയാറില്ല. എന്നാലും ഞാൻ വലിയ കാര്യമായിട്ട് ഒരു ക്ലയൻറ്റ് പറഞ്ഞൊരു കാര്യം ഇതാണ്. രാവിലെ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇന്ന് ഈ വീട്ടിലേക്ക് കുറച്ച് സാധന സാമഗ്രികളൊക്കെ വാങ്ങണം. ഭർത്താവ് എന്ത് ചെയ്യണം? ഭർത്താവ് എന്ത് ചെയ്യുമായിരിക്കും? ഏതാ? ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക, പതിവ് കാഴ്ച.
അപ്പൊ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ഭാര്യ പറഞ്ഞു, ചേട്ടാ പച്ചക്കറി തീർന്നു, ഗോതമ്പ് പൊടി തീർന്നു, അരി തീർന്നു, ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് പറഞ്ഞു. ഭർത്താവ് പേപ്പർ വായിച്ചു. തിരിച്ചൊരു റെസ്പോൺസും നമ്മുടെ കഥാനായികയ്ക്ക് കിട്ടിയില്ല. ജോലിക്കാരിയായ കഥാനായിക വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിക്ക് കടയിൽ പോയി ഈ സാധനങ്ങളൊക്കെ വാങ്ങി തൂക്കി പിടിച്ച് വന്നപ്പോൾ ഭർത്താവ് നേരത്തെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഭർത്താവ് ചോദിച്ചു, നീ എന്തിനാ ഇതെല്ലാം വാങ്ങിയത്? നീയല്ലേ രാവിലെ എന്നോട് പറഞ്ഞത് ഇതെല്ലാം വാങ്ങണം എന്ന്. നീ വാങ്ങുമായിരുന്നേ പിന്നെ എന്തിനാ നീ രാവിലെ എന്നോട് ഇത് പറഞ്ഞത് എന്ന് ഭർത്താവ് ചോദിച്ചു വെച്ചത്. അപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടം വന്നു. എന്നാൽ എൻ്റെ മനുഷ്യനെ, നിങ്ങളിത് കേട്ട സമയത്തൊന്ന് മൂളിയായിരുന്നെങ്കിൽ ഞാനിത് വാങ്ങിക്കത്തില്ലായിരുന്നു. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലെ ആശയവിനിമയം ഈ രീതിയിലാണ്. ശരിയാണോ? സ്ത്രീകളാണ് പറഞ്ഞുകൊണ്ടിരിക്കും, പുരുഷന്മാർ, ഞാൻ കുറ്റമായിട്ട് പറയല്ല, പക്ഷെ അവര് കേൾക്കുന്നുണ്ട്, അവരുടെ തലച്ചോറിൽ ഇതൊക്കെ പതിഞ്ഞിട്ടുണ്ട്, അവരതിന് വേണ്ട റെസ്പോൺസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ സ്ത്രീ പ്രതീക്ഷിക്കുന്നത് എന്ത് വേണം? എനിക്കൊരു പ്രതികരണം ലഭിക്കണം. ഇതിന് എൻ്റെ ക്ലയൻറ്റ് പറഞ്ഞ ഒരു വാചകം എന്താന്ന് ചോദിച്ചാൽ, ചിലരെ പറ്റി പറയാറുണ്ട് പോലും, അമ്മിക്കല്ലിന് കാറ്റ് പിടിച്ചാലത്തെ അവസ്ഥ. അമ്മിക്കല്ലിന് കാറ്റ് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? അനങ്ങത്തില്ല. അങ്ങനെയാണ് എൻ്റെ ഭർത്താവ്. പിന്നെ ഞാൻ എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒത്തുപോകും? ഇതാ ഒരു സ്ത്രീയുടെ ചോദ്യം. കുടുംബങ്ങളിൽ ആശയവിനിമയം നടക്കണമെന്ന് ഞങ്ങൾ ഘോരം ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറയാറുണ്ട്. പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾ എന്തോര് പറഞ്ഞാലും തിരിച്ച് റെസ്പോൺസ് ഒന്നും ഉണ്ടാവാറില്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? തിരിച്ച് റെസ്പോൺസ് ഒന്നും ഉണ്ടാവാതെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എന്ത് ചെയ്യും? പിന്നെ നമ്മൾ പറയുന്നതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ കുറഞ്ഞു വരും. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കുറഞ്ഞു വരുമ്പോൾ അപ്പുറത്തിരുന്ന് നിരീക്ഷിക്കുന്നുണ്ടാവും, എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പറയുമോ? ഇല്ല. കാരണം സ്ത്രീ മനസ്സിലാക്കിക്കൊള്ളണം എന്നാണ് പുരുഷൻ ചിന്തിക്കുന്നത്. അറിഞ്ഞ് പെരുമാറണം എന്ന് പുരുഷൻ ചിന്തിക്കുന്നു. പലപ്പോഴും അറിഞ്ഞ് പെരുമാറാനുള്ള കഴിവ് സ്ത്രീക്ക് ഉണ്ട് താനും. പക്ഷെ ഇവിടെ ചിലയത്തെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിലുള്ള അഹന്ത ഈ അറിഞ്ഞു പെരുമാറുന്നതിൽ നിന്ന് നമ്മളെ പിന്മാറ്റാറുണ്ട്. പതുക്കെ പിൻവലിയാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. ഇത് വിവാഹം കഴിഞ്ഞ് 1 ദിവസമോ 2 ദിവസമോ ആയ ദമ്പതികളുടെ അവസ്ഥ മുതൽ വിവാഹം കഴിഞ്ഞ് 50-ാം വാർഷികമൊക്കെ ആഘോഷിക്കുന്ന പ്രായമായവരുടെ അവസ്ഥ വരെ ഇത് ഈ ഒരു രീതിയിൽ തന്നെ. ഇവിടെ പരസ്പരം അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ദമ്പതികളാണെങ്കിൽ ഇതിന് ഒരു പരിഹാരം ഉണ്ടാവുമോ ഇല്ലയോ? ഉണ്ടാവും. എൻ്റെ ഭർത്താവിൻ്റെ രീതികൾ ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ രീതി ഇതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് 2 പേർക്കും ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച് പെരുമാറാനായിട്ട് 2 കൂട്ടർക്കും സാധിക്കും. ഇത് നമ്മുടെ മാനസികമായ ഒരുക്കത്തിൻ്റെ ഭാഗം. മാനസികമായ പ്രത്യേകതകൾ അല്ലെങ്കിൽ ബൗദ്ധികമായ പ്രത്യേകതകളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പെരുമാറുവാനുള്ള ഒരു സന്മനസ് അല്ലെങ്കിൽ ഒരു നല്ല മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങളൊക്കെ മെച്ചപ്പെടും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം. രണ്ടാമതായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ മറ്റൊരു കുടുംബ ജീവിതം പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഒരു ഭാര്യയും ഭർത്താവും, നമുക്ക് എന്ത് പേര് വിളിക്കണം?
എന്ത് പേര് വിളിക്കണം? എന്ത് പേര് വിളിക്കണം? എന്നാൽ ജോർജ് കുട്ടിയും മറിയക്കുട്ടിയും ആവട്ടെ അല്ലേ? ശരി. അപ്പൊ ജോർജ് കുട്ടിയും മറിയക്കുട്ടി. ഈ ജോർജ് കുട്ടി ഇവിടെ ഉണ്ടോ? ജോർജ് കുട്ടിയും മറിയക്കുട്ടിമാരും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരുമിച്ചുണ്ടോ? ചിലപ്പോൾ കാണും. ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എന്താണെങ്കിലും നിങ്ങളുടെ കഥയൊന്നുമല്ല, എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു ദമ്പതികൾ. ജോർജ് കുട്ടിയും മറിയക്കുട്ടിയും വളരെ സന്തോഷത്തോടുകൂടി വിവാഹം കഴിച്ച് വിവാഹത്തിൻ്റെ 6ാം വർഷത്തിൽ 5.5 വർഷമായപ്പോൾ അവർക്കൊരു കുഞ്ഞ് പിറന്നു. 6.5 വർഷം 7ാം വർഷത്തിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. 7ാം വർഷത്തിൽ എൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവുമാണ്. 7ാം വർഷത്തിൽ ഇവർ അവധിയെടുത്ത് നാട്ടിൽ വരുന്നത് 2 ഉദ്ദേശത്തോടു കൂടിയാണ്. ഒന്ന്, രണ്ടാമത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന കുഞ്ഞിനെ അബോർഷൻ നടത്തുകയും ഭർത്താവുമായിട്ട് പിരിയാനുള്ള ഒരു ഡിവോഴ്സിൻ്റെ നോട്ടീസ് കൊടുക്കുകയും ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ജോർജ് കുട്ടിയും മറിയക്കുട്ടിയും വളരെ കഷ്ടപ്പെട്ട് ലീവൊക്കെ എടുത്ത് വിദേശത്ത് നിന്ന് നാട്ടിൽ വന്നത്. ഈ ദമ്പതികളുടെ പ്രശ്നങ്ങൾ പഠിച്ചപ്പോൾ 1-2 ദിവസത്തോളം ഞാൻ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി 2 പേരുടെയും സൈഡിൽ നിന്ന് കേട്ടു. എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. പലപ്പോഴും ഈ വലിയ സവോള ഇങ്ങനെ പൊളിച്ചു വരുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. 2ാമത്തെ ദിവസം നമ്മുടെ മറിയക്കുട്ടിയുടെ കമൻറ്റ് ഒരെണ്ണം വന്നു. മാഡം, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം തുടങ്ങിയതാണ്. അന്ന് അങ്ങേര് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? മറിയക്കുട്ടി പറഞ്ഞ എക്സാക്ട് വേർഡിങ്. അന്ന് അങ്ങേര് എന്താ പറഞ്ഞത് എന്നറിയാമോ? എന്നെ വിവാഹം കഴിച്ചത് എൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, എൻ്റെ കുടുംബം കണ്ടിട്ടല്ല, എൻ്റെ സ്വഭാവം കണ്ടിട്ടല്ല, പിന്നെയോ ഏതാ? അല്ല, അന്ന് അവൾക്ക് ജോലി ഇല്ലായിരുന്നു. പക്ഷെ അന്ന് അവളുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു നേഴ്സിങ്ങിന്. എൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടാണ് ഈ ജോർജ് കുട്ടി എന്നെ വിവാഹം കഴിച്ചത് എന്ന് 3-ാം ദിവസം, കല്യാണം കഴിച്ചതിൻ്റെ 3-ാം ദിവസം എന്നോട് പറഞ്ഞതാ മാഡം. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കാം, മാഡം ഒന്ന് ചിന്തിച്ചേ, വിവാഹം കഴിഞ്ഞ് 3-ാം ദിവസം സ്വന്തം ഭർത്താവ് ഭാര്യയോട് പറയുക, ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് നിൻ്റെ സ്വഭാവം കണ്ടിട്ടല്ല, നിൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, നിൻ്റെ കുടുംബത്തിൻ്റെ മഹത്വം കണ്ടിട്ടല്ല, അല്ലെ ഗുണം കണ്ടിട്ടല്ല, നിൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ ചങ്കിക്കൊള്ളുവോ എന്നൊരു ചോദ്യമാണ് ഈ മറിയക്കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു. ചങ്കിക്കൊള്ളുവോ? കൊള്ളും. ഇനി ഇതിന് അപ്പോൾ ഇത് മറിയക്കുട്ടി പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഒരു വശം മാത്രം കേട്ടാൽ മതിയോ? പോരാ. 2ാമത്തെ വശം കേൾക്കാനായിട്ട് ഞാൻ ജോർജ് കുട്ടിയുടെ ഊഴത്തിന് കാത്തിരുന്നു. അപ്പോൾ ജോർജ് കുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ ജോർജ് കുട്ടി പറഞ്ഞു, എൻ്റെ മാഡം ശരിയാ, ഞാൻ അന്ന് അങ്ങനെ ഒരു അബദ്ധത്തിലൊന്ന് പറഞ്ഞുപോയി. അത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് മറിയക്കുട്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാര്യമായിട്ട് വിശദമായിട്ടൊന്നും പറഞ്ഞില്ല മാഡം. അത് 3-ാം ദിവസം, ഇപ്പം ഞാൻ പുറത്ത് ജോലിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പലരും കല്യാണത്തിന് വരാൻ പറ്റാത്തവരുണ്ടായിരുന്നു. അപ്പോൾ അവർ വൈകുന്നേരം വന്നപ്പം ഞങ്ങൾ ഒന്ന് കൂടിയപ്പം ഒരു ശകലം മദ്യവും ഉണ്ടായിരുന്നു. മദ്യപാനം നല്ലതാണെന്ന് ഞാൻ ഇവിടെ വെച്ച് പറയില്ല, മദ്യപാനം തെറ്റ് തന്നെയാണ്. ഇത് ഞാൻ അധികമൊന്നും കഴിക്കാൻ പറ്റത്തുമില്ല. കൂട്ടുകാരുടെ കൂടിയപ്പോൾ ഒരു ശകലം കഴിച്ചു. പക്ഷേ ശകലം കഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവളെന്നോട് ചോദിച്ചു, ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ അവൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പം അവൾ പറഞ്ഞു, അവൾ ഭയങ്കര ചീറ്റപ്പുലിയെ പോലെ അങ്ങോട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. മദ്യപിക്കുമായിരുന്നു എന്നറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. കാരണം എൻ്റെ അപ്പൻ മദ്യപിച്ച് കുടുംബം നശിപ്പിച്ച ഒരാളാണ് എന്നാണ് മറിയക്കുട്ടി പറഞ്ഞതുപോലെ. അതുകൊണ്ട് മറിയക്കുട്ടി ഭയങ്കര അഗ്രസീവായിട്ട് ദേഷ്യത്തോടു കൂടി നമ്മുടെ ജോർജ് കുട്ടിയോട് റെസ്പോണ്ട് ചെയ്യും. അപ്പോഴാണ് ജോർജ് കുട്ടി ഗതി കെട്ടപ്പോൾ, നമ്മൾ പറയില്ലേ അല മുട്ടിയപ്പോൾ ചേരെ അടിക്കും എന്ന് പറഞ്ഞതുപോലെ ജോർജ് കുട്ടി മറുപടി പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ജോർജ് കുട്ടി ആദ്യമേ ചെയ്തത്
കാരണം പിറ്റേ ദിവസം രാവിലെ ഏറ്റപ്പോൾ തന്നെ നമ്മുടെ മറിയക്കുട്ടി എങ്ങനെയായിരിക്കും ജോർജ് കുട്ടിയോട് പെരുമാറിയിട്ടുള്ളത്? ദേഷ്യത്തിലായിരുന്നു, ഹാങ് ഓവറിങ്. കാരണം ഭർത്താവ് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പൊ ഈ ഹാങ് ഓവർ ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് രാവിലെ മറിയക്കുട്ടിയുടെ മുഖം നമ്മൾ പറയുന്ന പോലെ വെറുതെ കെട്ടിയിരുന്നു, കരിക്കലം പോലെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ കരിക്കലം പോലെ ഇരുന്ന മുഖം വെച്ച് കഴിഞ്ഞപ്പോൾ ജോർജ് കുട്ടിക്ക് കാര്യം മനസ്സിലായി, സംതിങ് സംവെയർ റോങ്, എന്തോ പന്തികേടുണ്ട്. അപ്പൊ ഈ പന്തികേട് തിരക്കി കഴിഞ്ഞപ്പോഴാണ് ജോർജ് കുട്ടി ഈ പറഞ്ഞ കാര്യമൊക്കെ ജോർജ് കുട്ടി അറിയുന്നത്. ജോർജ് കുട്ടി ഓർക്കുന്ന പോലും ഇല്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞു. ജോർജ് കുട്ടി രാവിലെ തന്നെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ, നീ അതൊന്നും മനസ്സിൽ വെക്കരുത്, ഞാൻ കാല് പിടിച്ച് ക്ഷമ പറയാം എന്ന് പിറ്റേ ദിവസം 4-ാം നാൾ രാവിലെ ജോർജ് കുട്ടി പറഞ്ഞു. ഇനി നിങ്ങൾ പറ, ആരുടെ ഭാഗത്താ തെറ്റ്? ആരുടെ ഭാഗത്താ? 5.5 വർഷം ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷപ്രദമായിട്ട് പോയി. അന്ന് 5.5 വർഷം അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ നാളുകൾ കടന്നുപോയി. അന്നൊന്നും ഇവരുടെ ഇടയിൽ യാതൊരു പ്രശ്നവുമില്ല. 1ാമത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ഇടയിൽ ഈ പ്രശ്നം ഉണ്ടായി തുടങ്ങിയത്. ഈ പ്രശ്നം ഉണ്ടാവാൻ കാരണമായിട്ട് മറിയക്കുട്ടി കണ്ടെത്തുന്ന കാര്യം എന്ന് സംഭവിച്ചതാ? കല്യാണം കഴിഞ്ഞ 3-ാം നാളിൽ സംഭവിച്ചതാ. അതിന് ജോർജ് കുട്ടി ക്ഷമയും പറഞ്ഞു. ഇത് സ്ത്രീയുടെ ഒരു വലിയ ന്യൂനത. ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ പറയും ക്യാരി ഓവർ ചെയ്യുക എന്ന് പറയും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പറഞ്ഞ ഒരു വാക്കിനെ എടുത്ത് ആലോചിച്ച് നോക്കിയേ. വിവാഹത്തിന്റെ 3-ാം നാളിൽ പറഞ്ഞ ഒരു വാചകം 7.5 വർഷം വരെ മനസ്സിലിട്ടുകൊണ്ട് നടന്ന് 5.5 വർഷം മനസ്സിലിട്ടുകൊണ്ട് നടന്നെങ്കിലും ഇതൊന്നും പുറത്തോട്ട് വന്നില്ല. 7.5 വർഷമായപ്പോഴാണ് വിവാഹം കഴിഞ്ഞ് 3-ാം നാളിൽ പറഞ്ഞ കാര്യം പതുക്കെ പുറത്തോട്ട് വന്നത്. തിരിച്ചൊരു ചോദ്യം ഞാൻ മറിയക്കുട്ടിയോട് ചോദിച്ചു. ഈ പറയുന്ന ജോർജ് കുട്ടിക്ക് വിദേശത്ത് ജോലിയുണ്ട്, കുടുംബം ഇത് തന്നെ, പക്ഷേ വിദേശത്തെ ജോലി മറ്റെന്തെങ്കിലും ജോലിയുമായിരുന്നിരിക്കാം. ജോർജ് കുട്ടി ഒരു 10-ാം ക്ലാസ് പാസ്സായില്ലായിരുന്നു എങ്കിൽ മറിയക്കുട്ടി വിവാഹത്തിന് തയ്യാറാകുമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ മറിയക്കുട്ടി വളരെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഒരു കാരണവശാലും എൻ്റെ വിദ്യാഭ്യാസത്തിന് ചേരുന്ന വിദ്യാഭ്യാസമില്ലാത്ത ഒരുത്തിനുമായിട്ട് ഞാനൊരു കല്യാണത്തിന് തയ്യാറല്ല. അപ്പം മറിയക്കുട്ടിയുടെ ചിന്താഗതിയും ഇത് തന്നെയല്ലേ? അല്ലേ? അതെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭർത്താവ് മാത്രമാവണമെന്നില്ല, കുടുംബത്തിലെ മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളാവാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് വേണ്ട സമയത്തും വേണ്ടാത്ത സമയത്തുമൊക്കെ അതെടുത്ത് പ്രയോഗിക്കുമ്പോൾ തകർന്നു പോകുന്നത് കുടുംബമാണ്. 5.5 വർഷം പ്രാർത്ഥിച്ചിരുന്ന് ഒരു കുഞ്ഞുണ്ടായ ശേഷം 7-ാം വർഷമായപ്പോൾ 2 വർഷം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും കൺസീവ് ചെയ്ത സമയത്ത് അത് അബോർട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കണമെങ്കിൽ അത് എത്രത്തോളം മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞു പോകുന്ന കാര്യങ്ങളെ, ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെ, ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടതും ചില സന്ദർഭങ്ങളിൽ മറവിയും കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് അനിവാര്യമായിരിക്കുന്നു എന്ന് ഇത്തരം കേസുകൾ കാണുമ്പോൾ നമ്മൾ പഠിക്കുകയാണ്. എല്ലായ്പ്പോഴും പറഞ്ഞ കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് സമയത്തും അസമയത്തുമൊക്കെ പ്രയോഗിക്കുമ്പോൾ അത് കുടുംബത്തിൻ്റെ ഭദ്രതയാണ് തകർന്നു പോകുന്നത്. ഇവരുടെ കാര്യത്തിൽ ഒരു ഡിവോഴ്സ് എന്നുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. പക്ഷെ എന്താണേലും അഭിമാനത്തോടെ പറയട്ടെ, അവര് അബോർഷൻ നടത്തിയില്ല, ഡിവോഴ്സും ചെയ്തില്ല. എന്നാൽ മറ്റു പല സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഡിവോഴ്സ് ഉണ്ടാവണമെന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വഷളായി വന്നു കഴിയുമ്പോൾ
അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ബാധിക്കുന്ന ഒരു അവസ്ഥയും ഇന്ന് ഞങ്ങൾ കണ്ടുവരുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനെ ഒരു സൈക്യാട്രിസ്റ്റ് ആണ് എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നത്. അവനെ റെഫർ ചെയ്യുന്നതിന്റെ കാരണം അവന് അമിതമായ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അച്ഛനാണോ അമ്മയാണോ എന്നൊന്നും ചിന്തിക്കാതെ അവൻ പറയുകയും പെരുമാറുകയും ഒക്കെ ചെയ്യും. സൈക്യാട്രിക് മെഡിസിൻസിന്റെ ഹെൽപ്പോട് കൂടിയാണ് അവൻ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് അല്പമെങ്കിലും സാധിക്കും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിയുമായിട്ട് സംസാരിക്കുമ്പോൾ കുട്ടി പറഞ്ഞ ചില വിഷയങ്ങൾ നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. അച്ഛനും അമ്മയും 3 മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. ഇവൻ മൂത്ത കുട്ടിയാണ്. ഈ മൂത്ത കുട്ടിയെ സംബന്ധിച്ച് അച്ഛനെയും ഇഷ്ടമാ, അമ്മയെയും ഇഷ്ടമാണ്. ആൺകുട്ടി ആയതുകൊണ്ട് അമ്മയോട് ഒരിത്തിരി കരുതൽ കൂടുതലുമുണ്ട്. ഈ കരുതൽ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മ എന്നും മകനോട് പറയും അച്ഛൻ്റെ കുറ്റം. അമ്മയും അച്ഛനും തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നോക്കുക മകൻ എന്തിയെ എന്ന് നോക്കുമ്പോൾ മകൻ ചിലപ്പോൾ വായിക്കായിരിക്കും, ചിലപ്പോൾ അവന് വായിക്കാൻ പറ്റുന്നില്ലായിരിക്കും. പുസ്തകമൊക്കെ എടുത്തു വെച്ചിങ്ങനെ നിർനിമേഷനായിട്ട് അവൻ നോക്കിയിരിക്കാറുണ്ട് എന്ന് ഈ കുട്ടി തുറന്ന് സമ്മതിച്ചു. അപ്പം അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് അച്ഛൻ കുട്ടിയെ വഴക്ക് പറയും, നീ പഠിക്കാത്തത് കൊണ്ടാ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നമല്ല, കുട്ടി പഠിക്കാത്തതിൻ്റെ പ്രശ്നം, മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ വിഷയമായിട്ട് അച്ഛൻ അതിനെ ട്വിസ്റ്റ് ചെയ്യും. ഈ ട്വിസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അച്ഛൻ അമ്മയുടെ കുറേ കുറ്റമൊക്കെ മോനോട് പറഞ്ഞു കഴിഞ്ഞ് അച്ഛൻ അങ്ങ് പോയി കഴിയുമ്പം അമ്മയുടെ അവസരം. അമ്മ എന്ത് ചെയ്തു? അമ്മ വന്നിട്ട് ചോദിച്ചു, മോനെ അച്ഛൻ നിന്നോട് എന്തൊക്കെ പറഞ്ഞേടാ, നിനക്ക് എന്താ വേണ്ടേ, ഇഷ്ടമായിട്ട് ഞാൻ വെച്ചു തരാം, അച്ഛൻ നിന്നോട് എന്തൊക്കെയാ പറഞ്ഞത്? അപ്പോൾ കൊച്ചു സ്വാഭാവികമായിട്ട് തത്ത മൊഴിയുന്നത് പോലെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മയുടെ ഭാഗത്തുനിന്ന് അതിനെല്ലാം കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് കുട്ടിയോട് അമ്മയും പറഞ്ഞു. ഇത് രണ്ടും കേൾക്കുന്ന കുട്ടിക്ക് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അപ്പോൾ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വരുന്നതിന് 1 വർഷം മുമ്പാണ് ഇവൻ്റെ മുത്തശ്ശൻ മരിച്ചു പോകുന്നത്. മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് മുത്തശ്ശനൊരു അധ്യാപകനായിരുന്നു. ഒരു ദിവസം ഇവൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ കണ്ടിരിക്കുന്ന ഒരു സമയത്ത് മുത്തശ്ശൻ ഇവനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ്റെ അടുത്ത് അവൻ പറഞ്ഞു, മുത്തശ്ശ അച്ഛൻ എന്നോട് അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു, അമ്മ എന്നോട് അച്ഛനെക്കുറിച്ചും ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞു. കാര്യവിവരമുള്ള മുത്തശ്ശൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കുട്ടിയോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരു കാരണവശാലും കുട്ടികളോട് പറയരുത് എന്ന് പറഞ്ഞു. അച്ഛൻ ഒട്ടും കുറച്ചില്ല. വൈകുന്നേരം മകൻ വന്നു കഴിഞ്ഞപ്പോൾ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യമൊക്കെ നീ എന്തിനാ മുത്തശ്ശനോട് പറഞ്ഞു? മുത്തശ്ശൻ ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, മുത്തശ്ശൻ എന്തെങ്കിലും പറ്റിയാലോ? അപ്പോൾ വീണ്ടും കുട്ടി വളരെ കരുതലോടുകൂടി സ്നേഹിച്ചിരുന്ന മുത്തശ്ശന് വല്ലതും പറ്റുവാണെങ്കിൽ അത് ആരുടെ കുഴപ്പം കൊണ്ടായി? കുട്ടിയുടെ കുഴപ്പം കൊണ്ട് എന്നുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യപ്പെട്ടു. ഏകദേശം ആ ഒരു സമീപ കാലഘട്ടങ്ങളിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മുത്തശ്ശൻ മരിക്കുകയും ചെയ്തു. കുട്ടിയുടെ മനസ്സിൽ അതും ഒരു വിഷം. ഇങ്ങനെ ഉള്ള ഒരു പരിതസ്ഥിതിയിലാണ് ഇവൻ വീട്ടിൽ വെച്ച് വയലൻ്റ് ആവുകയും സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയും സൈക്യാട്രിസ്റ്റ് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും കൗൺസിലിങ്ങിന് എൻ്റെ അടുത്തേക്ക് വിടുകയും ചെയ്തത്. ഈ ഒരു അനുഭവം ഇതൊരു ഒറ്റപ്പെട്ട അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പല കുടുംബങ്ങളിലും മാതാപിതാക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങളിലേക്ക് മക്കൾ വലിച്ചിഴക്കപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെ.
ദമ്പതികൾക്കുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറയാറുള്ളൊരു കാര്യമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടാതെ ജീവിക്കുക എന്നുള്ളത് ഐഡിയലായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ തമ്മിൽ ആശയ വൈരുദ്ധ്യങ്ങളോ അല്ലെങ്കിൽ ആശയ സംഘർഷങ്ങളോ ഒക്കെ ഉണ്ടായി എന്നിരിക്കും. പക്ഷേ ഈ ആശയ സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസം ഒരു കാരണവശാലും കുട്ടികളുടെ മുമ്പിൽ വച്ച് പ്രകടിപ്പിക്കരുത്. കുട്ടികളുടെ മുമ്പിൽ വെച്ച് പ്രകടിപ്പിക്കുമ്പോൾ ചില കുട്ടികൾ പറഞ്ഞ കമൻസ് കേൾക്കുമ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഭർത്താവിന് ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവരെ രണ്ടുപേരെയും ഇവരുടെ എല്ലാ ന്യൂനതകളും മനസ്സിലാക്കുന്ന വ്യക്തികളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുക. ഞാൻ മുമ്പ് പറഞ്ഞ കുട്ടി ഇതിൻ്റെ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ച് ഒരു മാനസിക രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയ കുട്ടിയാണ് എങ്കിൽ ഇതിനെ വളരെ മനോഹരമായിട്ട് ഇത്തരം സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുന്ന കുട്ടികളും നമ്മുടെ കുടുംബങ്ങളിലുണ്ട് എന്നുള്ള തിരിച്ചറിവും നമ്മൾക്ക് വേണം. ഒരു ടെമ്പർ ടാൻട്രം, പിടിവാശി എന്ന് പറയുന്ന ഒരു പ്രശ്നവുമായിട്ട് വന്ന ഒരു കുട്ടി ബിഹേവിയറൽ കോൺട്രാക്റ്റിംഗ് ഒക്കെ നടത്തി കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കും, എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കില്ല എന്നൊക്കെ അമ്മയെ കൊണ്ട് ചില ക്രൈറ്റീരിയാസൊക്കെ നമ്മൾ എഗ്രി ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കൺസൾട്ടേഷൻ റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയ കുട്ടി അകത്തേക്കൊന്ന് എത്തി നോക്കിയിട്ട് അവൻ പറയുകയാണ്, ആൻറ്റി ഇതൊന്നും ഇനി അമ്മ മേടിച്ചു തരില്ലായിരിക്കും, ചോക്ലേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അവന് വേണ്ട മൊബൈല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ഇതൊന്നും ഇനി അമ്മ മേടിച്ചു തരില്ലായിരിക്കും, പക്ഷേ പപ്പയെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ എനിക്ക് അറിയാം. പിടിയാലെ അകത്ത് കയറ്റി ഇവനോട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞ എക്സാക്ട് വേർഡിങ് ഇതാണ്, അത് ആൻറ്റി വളരെ സിമ്പിളാണ് എന്ന് പറഞ്ഞു. അമ്മ ഇരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ സിമ്പിളാണേലും നീ ഒന്ന് പറഞ്ഞേ, നീ എങ്ങനെയാ പപ്പായെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചുകുട്ടി പറയുന്ന മറുപടി ഇതാണ്, അതെ ആൻറ്റി, മമ്മിയുടെ കുറ്റം പപ്പായോട് പറഞ്ഞ പപ്പ എന്തും സാധിച്ചു തരുന്നു. അപ്പം നമ്മളൊന്ന് ഞെട്ടു അല്ലേ, ഞെട്ടുവോ? നമുക്കൊരു അതിശയം തോന്നി. ഉടനെ അവൻ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് കൂടെ പറഞ്ഞു, അമ്മ ഇരിക്കുക, ഈ ഇരിക്കുന്ന മമ്മിയുണ്ടല്ലോ ആൻറ്റി, ഇപ്പം ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞില്ലേ ഞാനിതൊന്നും വാങ്ങിക്കൊടുക്കില്ല, ആൻറ്റി പറഞ്ഞ പോലെയൊക്കെ നിന്നോളാന്ന് പറഞ്ഞില്ലേ, ഈ മമ്മിയെ കൊണ്ട് വാങ്ങിപ്പിക്കാനും ഇത്രയൊക്കെ മതി, പപ്പായുടെ കുറ്റം പറഞ്ഞു കൊടുത്താൽ മതി, മമ്മി ഇതല്ല ഇതിലപ്പുറവും വാങ്ങിത്തരും എന്ന് പറഞ്ഞ ഒരു സാഹചര്യം. ഈ കുട്ടികളെയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് ടീച്ചർമാരോട് പറയും, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിയെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ടീച്ചർമാർ ഗതി കെട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്തോട്ട് വിടും, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിയെടുക്കണം. എങ്ങനെ ശരിയാകും? കുടുംബങ്ങളിൽ മാതാപിതാക്കള് മക്കൾക്ക് മുമ്പിൽ ഉത്തമ മാതൃകകളായി മാറുവാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ജീവിക്കുന്ന മാതൃകകളായി മാറണം. വാക്കിലും പ്രവൃത്തിയിലും മാതൃകകളാകണം. വാക്കിലും പ്രവൃത്തിയിലും മാതൃകകളാകണമെന്ന് പറയുമ്പോൾ പലപ്പോഴും കാണാറുള്ള ഒരു വിരോധാഭാസമാണ്. കുട്ടികൾ പഠിക്കുന്ന സമയത്തെ അമ്മമാർ പറയും, എന്ത് കാണരുതെന്ന് പറയും? TV കാണരുത്. പിള്ളേരെ എല്ലാം ഏൽപ്പിച്ചു വിട്ട് അകത്തെ മുറിയിൽ കടച്ചിരുത്തി പഠിപ്പിക്കുക. അമ്മയോ എപ്പം വരെ? സ്കൂളിൽ കുട്ടികളോട് പോയി ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറയും, അത് ടീച്ചറെ അമ്മയാണെങ്കിൽ 6:30 ഏത് സീരിയലാ എനിക്കറിയത്തില്ല, ഏതോ ഒരു സീരിയൽ, ആ സീരിയൽ മുതൽ 10:30 മഹാഭാരതം കഴിയുമ്പോഴാണ് TV ഓഫ് ആക്കുന്നത്. സീരിയൽ മുതൽ 10:30 മഹാഭാരതം കഴിയുമ്പോൾ
കഴിയുമ്പോഴാണ് വീട്ടിലെ TV ഓഫ് ആക്കുന്നത്. ഈ ഓഫ് ആക്കുന്ന വരെയുള്ള സമയത്ത് കുട്ടി എവിടെയാണ്? അകത്തെ മുറിയിലിരുന്ന് പഠിക്കുക. ഒരു വീരനായ മകൻ ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, അവനിരിക്കുന്ന കസേരയും മേശയും മുറി അടച്ചിട്ടിരിക്കുന്ന മുറിയുടെ ഏകദേശം നടുക്കായിട്ട് കൊണ്ടിട്ട് അവനവിടെ ഇരിക്കും. എന്നിട്ട് പോയിട്ട് ഈ ഡോറിന് ലോക്ക്, താക്കോലിടുന്ന തുളയുണ്ടല്ലോ, താക്കോൽ ദ്വാരം, ഈ താക്കോൽ ദ്വാരത്തിന് നേരെ അവൻ കൊണ്ടുപോയി TV വെച്ചു അല്ലാത്തൊരു സമയത്ത്. അപ്പം അമ്മ ചോദിച്ചു, ഇതെന്താടാ TV മാറ്റുന്നത്? അതേ അമ്മ, അവിടെ ഇരുന്ന് TV കാണുമ്പോൾ എനിക്ക് പഠിക്കാൻ അവിടെ ഡിസ്റ്റർബൻസാണ്. പഠിക്കാനുള്ള ഡിസ്റ്റർബൻസ് പറഞ്ഞ് അവൻ ഈ TV മാറ്റി ഇവനെ കാണാവുന്ന പോലെ വെച്ചിട്ട് അവൻ അമ്മ കാണുന്ന മുഴുവൻ സീരിയലും അമ്മ. ഇച്ചിരി കഷ്ടപ്പെട്ടാണേലും. അപ്പം ഞാൻ അന്നേരം കുട്ടിയോട് പറഞ്ഞു, എടാ നീ മുട്ടുകുത്തിയൊക്കെ നിന്ന് വലിയ വിഷമിച്ച് TV കാണുന്നു, ആ അരമണിക്കൂർ അത്രയും സമയം നീ TV കാണുന്നുണ്ട്, അതിലെ മുട്ടുകുത്തി നിൽക്കുന്നതിലെ ഒരു അരമണിക്കൂറെങ്കിലും നീ പഠിക്കാനായിട്ട് വിനിയോഗിച്ചെങ്കിൽ നിനക്ക് നല്ലതല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ, അതെ അമ്മ എവിടെ ഇരുന്ന് TV കാണുക, പിന്നെ ഞാൻ എങ്ങനെ അവിടെ ഇരുന്നു സ്വസ്ഥമായിട്ട് പഠിക്കുന്നത്? നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു വീട്ടിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ കലഹമുണ്ടായത് TV സീരിയലിൻ്റെ പേരിൽ. വായിച്ചിട്ടില്ലേ? അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയൊക്കെ ഉണ്ടായ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം വേണ്ട എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു ആത്മാർത്ഥതയും ധൈര്യവും ആർക്കുണ്ടാവണം? വേണ്ട എന്ന് പറയുന്നവർക്കുണ്ടാവണം. മഹാത്മാഗാന്ധിയുടെ അടുത്ത് ഒരു കൊച്ചു പയ്യനെ കൊണ്ട് അമ്മ ചെന്നു. എന്തിനാ? പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര കഴിക്കുന്നത് നിർത്താനായിട്ടൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. മഹാത്മാഗാന്ധി പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിനെ ചേർത്തും ഇതേ സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അപ്പം ഇവർ രണ്ടുപേരും പറഞ്ഞു എന്നാണ് പറയുന്നത്, 2 ആഴ്ച കഴിഞ്ഞ് വരാൻ. 2 ആഴ്ച കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ രണ്ടുപേരും ഈ കുട്ടിക്ക് വേണ്ടുന്നതായ ഉപദേശം കൊടുത്തു. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ചോദിച്ചു എന്നാ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു? അപ്പോൾ ഇവർ പറഞ്ഞു, എനിക്കും ഇതേ ശീലമുണ്ടായിരുന്നു, അതൊന്ന് നിർത്തിയിട്ട് വേണമായിരുന്നു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ. ഉപദേശിക്കുവാനുള്ള ഒരു യോഗ്യത എനിക്ക് ആദ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ TV കാണണ്ട എന്ന് കുട്ടികളോട് പറയുന്നുണ്ട് എങ്കിൽ, TVയിലെ പ്രോഗ്രാംസ് കുട്ടികൾക്ക് ദോഷമായി മാറുന്നുണ്ട് എന്ന് നമുക്ക് ഒരു ബോധ്യമുണ്ടെങ്കിൽ, ആ TV പ്രോഗ്രാംസ് കാണാതിരിക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു മനസ്സ് നമുക്കും ഉണ്ടാവണം. വെല്ലുവിളി തന്നെ. ഇത് പറയുമ്പോൾ പലപ്പോഴും അമ്മമാർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആശയം മുമ്പിൽ വയ്ക്കുമ്പോൾ അമ്മമാർ തന്നെ പറയാറുണ്ട്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് മടുത്തിട്ട് ആകെ റിലാക്സ് ചെയ്യുന്നത് ഈ ഒരു സമയം. അന്നേരം കാണുന്നത് എന്താ? ഈ സമീപ നാളുകളിൽ കുറച്ച് ക്ലാസ് എടുക്കാൻ പോകാൻ വേണ്ടി തന്നെ ഞാനും കുറച്ച് TV സീരിയലുകളൊക്കെ ഒന്ന് നോക്കിക്കണ്ടു. സത്യം പറയാമല്ലോ, ഒരു പോസിറ്റീവ് വാല്യൂ ഉള്ള ഒരു സീരിയലെങ്കിലും നമ്മുടെ ടിവിയിൽ വരുന്നുണ്ടോ? ചാനലുകളിൽ വരുന്നുണ്ടോ? കുശുമ്പും കുന്നായ്മയും മരുമക്കളെ ദ്രോഹിക്കുന്നതും ധൈര്യം, ഉറപ്പ്, ഇത്തരമുള്ള സോഷ്യൽ ലേണിങ്ങുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ തകരും എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക്. ഇനി ഈ സീരിയലുകളിലൊക്കെ ഒരു പരിധിവരെ നമ്മൾ കാണാറുള്ള മറ്റൊരു പ്രവണതയാണ് വിവാഹേതര ബന്ധങ്ങൾ. ഇന്ന് നമ്മുടെ സമൂഹത്തിലും വിവാഹേതര ബന്ധങ്ങളുടെ തോത് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. നമ്മൾ പറയും, ഇൻ്റർനെറ്റ് ഉണ്ട്, മൊബൈലുണ്ട്, എല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കുന്നു, സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുന്നു. ഇവിടെ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കുവാനും സംയമനം പാലിക്കുവാനും സാധിക്കും
മാത്രമേ നമ്മുടെ കുടുംബത്തോട് വിശ്വസ്തത പുലർത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ അടുത്ത കാലത്ത് വിവാഹിതയായ ഒരു 25 വയസ്സുകാരി, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനി കൂടിയാണ്. അവള് ഫേസ്ബുക്കിൽ ജൂലൈ മാസം 16-ാം തീയതി അവളുടെ ഫ്രണ്ട് ഒരു പയ്യനുമായിട്ട് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് റിക്വസ്റ്റ് ഇട്ടു. ഫ്രണ്ട്സ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. ഭർത്താവ് സ്ഥലത്തില്ല, ചാറ്റ് ചെയ്തു. 16, 17, 18, 18-ാം തീയതി അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. നടന്ന സംഭവം. ഈ സംഭവം, ഈ കേസ് എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ ഓർത്തത്, ഒരിക്കൽ ഒരു 7-ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ, 7-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്, പെൺകുട്ടികളാണ്, 7-ാം ക്ലാസ്സിലെ പെൺകുട്ടികൾക്കും അവരുടെ അമ്മമാരെയും ഒരുമിച്ചിരുത്തി ഒരു സ്കൂളിൽ ഒരു ക്ലാസ് എടുത്ത ഒരു സന്ദർഭം. അവിടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് പ്രേമത്തെ പറ്റിയൊക്കെ കുട്ടികൾ ഘോര സംശയമൊക്കെ ചോദിച്ചു. അതിനു വേണ്ടുന്നതായ മറുപടികളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മമാരും കൂടെ ഇരിക്കുന്ന വേദിയിലാണ് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ലാണ്ടായിപ്പോയി. ആ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന 2-3 കുട്ടികളുടെ അനുഭവമാണ് അവൾ ചോദിച്ചത്. പ്രേമത്തെ പറ്റിയും പ്രേമത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ചോദ്യം ഇതാണ്: ടീച്ചറെ, ഞങ്ങളുടെയൊക്കെ അമ്മമാരിൽ ചിലർ 30, 35 വയസ്സുള്ളവർ 10, 24, 25, 26 വയസ്സുള്ള ആൺപിള്ളേരുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിൽ ചിലരുടെ അമ്മമാർ അങ്ങനെ ഒളിച്ചോടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇതിനൊരു മറുപടി പറഞ്ഞു കൊടുക്കാനുണ്ടോ? ഉണ്ടോ? ജീവിതത്തിൽ കുട്ടികൾക്ക് മുമ്പിൽ മാതൃകകളായിട്ട് ജീവിക്കണം എന്നുള്ള ഒരൊറ്റ മറുപടി അമ്മമാർക്ക് കൊടുക്കാനേ ആ ഒരു ചോദ്യം കൊണ്ട് സാധിച്ചുള്ളൂ. ശരിയാണോ? ഒന്നാലോചിക്കണം. നമ്മുടെയൊക്കെ മക്കൾ ഇതുപോലെ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അവരുടെ ക്ലാസ്സുകളിലുള്ള മറ്റു കുട്ടികളുടെ പേരൻസ് ആണെങ്കിൽ പോലും ചെയ്യുന്ന കാര്യങ്ങൾ അവരുടേതായിട്ട് തന്നെ എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ചിന്തയിലും ബോധ്യത്തിലും ഉണ്ടാവണം. അല്ലാതെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജൂലൈ മാസം 16-ാം തീയതി പരിചയപ്പെട്ടു, വിവാഹിതയായ ഒരു പെൺകുട്ടിയാണ്. ജൂലൈ മാസം 16-ാം തീയതി പരിചയപ്പെട്ടു. ജൂലൈ മാസം 18-ാം തീയതി അതേ പയ്യൻ, ആ പയ്യൻ്റെ കൂടെ ഈ ഭാര്യയായിട്ടിരിക്കും, അതായത് ഒരു വിവാഹിതയായ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം. ഒളിച്ചോടിപ്പോയി അതേ സ്പീഡിൽ തിരിച്ചും വന്നു കേട്ടോ. 18-ാം തീയതി തിരിച്ചും വന്നു. തിരിച്ചറിവ് അത്രയും പെട്ടെന്നുണ്ടായി. എന്തുകൊണ്ടാ അങ്ങനെ ഒരു അനുഭവം വേണ്ടി വരുന്നത്? ഇത്തരത്തിലൊരു തിരിച്ചറിവ് ഉണ്ടാവാൻ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് നിയന്ത്രണങ്ങളും ചില കാര്യങ്ങളുടെ അഭാവവും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ദുർനടപ്പുകളിലേക്കൊക്കെ നമ്മളെ നയിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥന ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥനയുടെ ചൈതന്യം നമ്മുടെ കുടുംബങ്ങൾക്ക് ഇന്നില്ല. പകരം പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മൾ ഏത് കാണും? സീരിയൽ കാണും. ഒരു വീട്ടില് പ്രായമുള്ള അമ്മച്ചി പ്രാർത്ഥിക്കുന്നു ഒറ്റയ്ക്കിരുന്നു. കാരണം അമ്മച്ചി കാണുന്ന സീരിയലല്ല മരുമോള് കാണുന്നത്. അപ്പൊ അമ്മച്ചിയുടെ പ്രാർത്ഥന മരുമോള് സീരിയൽ കാണുമ്പോഴാണ് അമ്മച്ചിയുടെ പ്രാർത്ഥന. മരുമോളുടെ പ്രാർത്ഥന അമ്മച്ചി ചില സീരിയൽ കാണുമ്പോഴാണ് മരുമോള് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രാർത്ഥന കൊണ്ട് എന്താണ് അർത്ഥം? ഒരു 85 വയസ്സുള്ള ഒരു അമ്മച്ചി ഒരു കുറച്ചു നാൾ മുമ്പ്, ഇപ്പം എനിക്ക് ആ സീരിയൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരു ഭവനത്തിൽ ഒരു കുടുംബ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊരു ഭവനത്തിൽ പോകാനിടയായ ഒരു സന്ദർഭത്തിൽ ഉണ്ടായ ഒരു അനുഭവം. അമ്മയമ്മയും മരുമകളും തമ്മിൽ വിഷയം.
ഈ വിഷയം പരിഹരിക്കണമെങ്കിൽ ഈ 85 വയസ്സുള്ള അമ്മച്ചിയെ കൗൺസിലിംഗ് സെൻറ്ററിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ലാതിരുന്നത് കൊണ്ട് ഇവർ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് അവിടെ പോയ ഒരു സാഹചര്യമുണ്ടായി. ഒരു 2-3 വർഷങ്ങളായി. നിങ്ങൾക്ക് ആ സീരിയലിൻ്റെ പേര് പറയുമ്പോൾ മനസ്സിലാവും ഏകദേശം ഏത് കാലമായിരുന്നു. ഈ 85 വയസ്സുള്ള അമ്മച്ചിയോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പോകാൻ ഇറങ്ങിയ സമയത്ത് ഈ അമ്മച്ചി വളരെ സ്നേഹത്തോടെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു, അമ്മച്ചി പ്രാർത്ഥിക്കാം, കുഴപ്പമൊന്നുമില്ല, ഉണ്ടാവില്ല. അതെ, വയസ്സും പ്രായമൊക്കെ കൂടി വരിക, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ എൻ്റെ മോളും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ? ഈ ആകാശദൂത് സീരിയൽ കഴിഞ്ഞേ മരിക്കാവുള്ളൂ എന്നൊരു പ്രാർത്ഥനയുള്ളൂ. 85 വയസ്സുള്ള ഒരു അമ്മച്ചി പറഞ്ഞ മറുപടി. തീർന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. തീർന്നോ? ആവോ. ഇത്രയേറെ ഈ മാധ്യമം നമ്മുടെ കുടുംബങ്ങളെ കൈയടക്കി എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. മാധ്യമങ്ങളെ നിർത്തേണ്ടടുത്ത് നിർത്താൻ, ഇത് കൊച്ചുകുട്ടികളെ മാത്രമല്ല പ്രായമായവരെയും, നമ്മൾ പറയില്ലേ ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളവരെയും ഈ മാധ്യമത്തിന് വളരെയധികം സ്വാധീനിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും. ഇത് കണ്ടിട്ട് തന്നെ വിവാഹബന്ധത്തിന് പുറത്ത് മറ്റു ബന്ധങ്ങൾക്ക് പോകുന്നത് ഒരു പ്രവണതയായിട്ട്, അല്ലെങ്കിൽ അതൊരു ഫാഷനായിട്ട് ഇന്ന് മാറുന്ന സാഹചര്യം. കോളേജിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളോട് ചോദിച്ചാൽ പറയും, അത് മിസ്സേ ലൈൻ അടിക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു കുട്ടിയോട് ഫോൺ വിളിക്കുന്ന കാര്യവുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞ മറുപടി ഇതാ, അമ്മ എല്ലാവരെയും ഫോൺ വിളിക്കുന്നുണ്ട്, ഞാൻ മാത്രം വിളിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞിരുന്നു, മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ മാതൃകകളാണ്. അത് ടി വിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഫോണിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ ഉത്തമ മാതൃകകളായിരിക്കണം. അതുപോലെ മക്കളെ വളർത്തുന്ന സമയത്ത് മാതാപിതാക്കളുടെ ശബ്ദം, ഞാൻ സാധാരണഗതിയിൽ പറയാറുണ്ട്, അവർ ഒന്നാകുന്നു എന്നുള്ളൊരു തീം വന്നു കഴിഞ്ഞപ്പോൾ മക്കളെ വളർത്തുന്ന കാര്യത്തിലും മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒന്നായിരിക്കും. ചില സന്ദർഭങ്ങളിൽ അമ്മമാര് കുട്ടികൾക്ക് നിയന്ത്രണം വെക്കും. ഇന്ന് കുട്ടികളോട് ക്ലാസ്സിൽ എനിക്കൊരു അനുഭവം ഉണ്ടായത്, +2 സ്കൂളിൽ ചെന്നിട്ട് കുട്ടികളോട് ഒരു ചിറ്റ് പേപ്പർ കൊടുത്തിട്ട് എഴുതാനായിട്ട് പറഞ്ഞു. നിങ്ങളുടെ ശത്രു ആര്, മിത്രം ആര്? ആരാ ശത്രു? ആരാ ഇന്ന് കുട്ടികളുടെ ശത്രു? പ്രത്യേകിച്ച് കൗമാര പ്രായത്തിലുള്ള കുട്ടികളുടെ ശത്രു ആരാ? അവരുടെ അമ്മ. എനിക്ക് എഴുതി കിട്ടിയതാ അമ്മ എന്നുള്ള മറുപടി. മിത്രം ആരാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടി, അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കണമെന്നൊന്നുമില്ല, ഒരു ഫ്രണ്ടായിരിക്കും അവരുടെ മിത്രം. എന്തുകൊണ്ട് അമ്മമാര് മക്കളുടെ ഉത്തമ മിത്രങ്ങളായിട്ട് മാറുന്നില്ല? മിത്രമാവണമെങ്കിൽ അത്ര എളുപ്പം ആണോ? അല്ല. പലപ്പോഴും മാതാപിതാക്കള് മക്കളെ വളർത്തുന്ന കാര്യത്തിൽ 2 ശബ്ദമായിരിക്കും. അമ്മ ഒരു കാര്യം നോ പറയുമ്പോൾ പപ്പ പറയും, സാരമില്ല മോളെ അല്ലെ മോനെ, ഞാൻ വാങ്ങിത്തരാം. ആദ്യം പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഓർക്കും. ആദ്യം ഞാനൊരു കുട്ടിയുടെ ഉദാഹരണം പറഞ്ഞില്ലേ, പപ്പായോട് അമ്മയുടെ കുറ്റം പറഞ്ഞാൽ ഏത് കാര്യവും സാധിച്ചു കിട്ടും എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഒരാൾ നോ പറഞ്ഞ കാര്യം മറ്റൊരാൾ സാധിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ പപ്പായും മമ്മിയും തമ്മിൽ ഇത്രേ ഐക്യമേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യം ആർക്കുണ്ടാവും? കുട്ടിക്കുണ്ടാവും. കുട്ടികൾ തുറന്ന് പറയും, അമ്മ വാങ്ങിച്ചു തരികയില്ല, എനിക്ക് വേണ്ട, എനിക്ക് പപ്പ വാങ്ങിത്തരും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല.
ഒരു കാര്യത്തിന് നോ പറയുകയാണെങ്കിൽ ആ നോ അമ്മയുടെ ഭാഗത്തു നിന്നും പപ്പായുടെ ഭാഗത്തു നിന്നും നോ ആയിരിക്കണം. ചില കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻ വെക്കുമ്പോൾ ആ റെസ്ട്രിക്ഷൻ രണ്ടുപേരും അതേ സെയിം റെസ്ട്രിക്ഷൻ വെക്കുവാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവും. പലപ്പോഴും ഓക്കെ, അമ്മ ഇത്രയും സ്ട്രിക്റ്റ് ആകുന്നു, എന്നാൽ പിന്നെ ഒരാളെങ്കിലും ഒന്ന് അയയണ്ടേ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ തീരുമാനിക്കുന്നത്. പക്ഷേ അയവ് വരുത്തേണ്ട കാര്യങ്ങളിൽ നോ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് വീണ്ടും അയവ് വരുത്തുമ്പോൾ അത് കുട്ടികളിൽ മറ്റ് തെറ്റായ പല പ്രവണതകൾക്കും ഇട നൽകും എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ട്. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഇന്ന് അകന്നു പോകുന്ന മറ്റൊന്നുകൂടിയുണ്ട്. മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഉള്ള ഒരു ജാഗ്രത എന്നത്. നമ്മൾ മക്കളുടെ കാര്യത്തിന് വേണ്ടി എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാനും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നൽകാനും ഇന്നത്തെ മാതാപിതാക്കൾ തയ്യാറാണ് അല്ലേ? എത്ര പണം കുട്ടിക്ക് വേണ്ടി മുടക്കാനും കുട്ടി ആവശ്യപ്പെടുന്ന ഏത് കാര്യം സാധിച്ചു കൊടുക്കാനും മാതാപിതാക്കൾ ഇന്ന് തയ്യാറാണ്. ആ കാര്യത്തിൽ അവരൊന്നാം. ചില മാതാപിതാക്കൾ പറയാറുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇത്തിരി അടിയും പിടിയും ഒക്കെ ഉണ്ടെങ്കിലും കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരു മുടക്കോ പറയാറില്ല എന്ന് അഭിമാനത്തോടെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് അങ്ങനെയല്ല. മാതാപിതാക്കൾക്ക് മക്കളുടെ വളർച്ചയിൽ അവരുടെ മാർക്കിനോ അവരുടെ പഠിപ്പിനോ മാത്രമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിനു കൂടി പ്രാധാന്യം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. ഈ അടുത്ത കാലത്തൊരു സ്കൂളിൽ പ്രിൻസിപ്പള് ഒരു സ്കൂളിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അപ്പനെ വിളിച്ചു വരുത്തി മകനെ നിൽക്കെ പ്രിൻസിപ്പള് പറഞ്ഞു, പപ്പ, ഇവൻ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്, പപ്പ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. മകനെ നിർത്തിക്കൊണ്ട് അപ്പം പറഞ്ഞു, സാർ എന്തൊക്കെ പറഞ്ഞാലും, ബാക്കിയൊന്ന് പൂരിപ്പിക്കാമോ? സാർ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോൻ അങ്ങനെ ചെയ്യത്തില്ല. ആരെ നിർത്തിക്കൊണ്ടാണ് പറഞ്ഞത്? മോനെ നിർത്തിക്കൊണ്ട്. എന്താണ് അതിൻ്റെ തിക്താനുഭവം? അവനതൊരു വിശ്വാസം കൊടുക്കുകയാണ്, തെറ്റായ ഒരു വിശ്വാസം. എന്ത് വിശ്വാസം? ഞാൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും എൻ്റെ പേരൻസ് അത് ഞാൻ കാണിച്ച കുരുത്തക്കേടാണ് എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ എൻ്റെ പപ്പായ്ക്കും എൻ്റെ മമ്മിക്കും എന്നെ വിശ്വാസമാണ്. കുട്ടികളെ അവിശ്വസിക്കണം എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അധ്യാപകർ കുട്ടികളെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മളെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ജാഗ്രത കൈമോശം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ജാഗ്രത കുറവിൻ്റെ ഫലം ഇന്ന് നമ്മൾ ഒട്ടനവധി സംഭവങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന +2 പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വരെയുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നുണ്ട്. നമുക്കൊരു ജാഗ്രതയില്ലായ്മ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന അമ്മമാരിൽ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ഉള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ ഒക്കെ മക്കളുടെ കയ്യിൽ എന്തുണ്ടാവും? മൊബൈൽ ഫോൺ ഉണ്ടാവും. ഈ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നതിന് നിങ്ങളുടെ ലോജിക്ക് എന്താണ്? ഏതാ? സ്കൂളിൽ നിന്ന് വിടുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല. ബസ് കിട്ടിയാൽ താമസിച്ചാൽ വിവരമൊന്ന് ചോദിച്ച് അറിയാമല്ലോ. നമ്മുടെ ജാഗ്രത കുറവ് കൊണ്ട് നമ്മളൊരു കാര്യം കടന്നു ചിന്തിക്കുന്നില്ല. എന്താ?
ഈ മൊബൈലും പിടിച്ചോണ്ട് തിരുവനന്തപുരത്ത് നിന്നിട്ട് പറയാം ഞാനിപ്പോ ചെന്നൈ ബസ് സ്റ്റാൻഡിൽ നിൽക്കുവാന്ന്. പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റും. സൈബർ സെല്ല് വരെ പോകണം, അല്ലാതെ പറ്റില്ല. കുട്ടികൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കും. എനിക്കറിയുന്ന ഒരു സംഭവത്തിൽ നടന്നൊരു കാര്യമാണ്. ഹോസ്റ്റലിലാണ് എന്ന് കുട്ടി പറഞ്ഞു. മൊബൈൽ വിളിച്ചു, കുട്ടിയെ കിട്ടി, കൂട്ടുകാർ സംസാരിക്കുന്നതും അമ്മ കേട്ടു. അപ്പോൾ അമ്മ ഉറപ്പിച്ചു ഹോസ്റ്റലിലാണ്. പിറ്റേ ദിവസം ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇന്നലെ നിങ്ങളുടെ കുട്ടി ഹോസ്റ്റലിൽ ആബ്സെൻ്റ് ആയിരുന്നു, വീട്ടിൽ വെയിറ്റ് ചെയ്യുന്ന ഇതുവരെ എന്താ വരാത്തത്. നമ്മുടെ ജാഗ്രത കുറവാണ്. ഹോസ്റ്റലിൽ നിൽക്കുന്നത്, ഞാൻ പലപ്പോഴും പേരൻസിന് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ഹോസ്റ്റലിൽ നിൽക്കുന്ന മക്കളെ നിങ്ങൾ വിളിച്ചന്വേഷിക്കുന്നുവെങ്കിൽ അത് ഹോസ്റ്റലിലെ ലാൻഡ് ഫോണിൽ വിളിച്ചന്വേഷിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ മക്കൾ അവിടെ, നമ്മുടെ മക്കൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അല്ലാതെ അവരുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തിട്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എന്ന് പറയുന്നതല്ല ശരിയായ മാതൃത്വം എന്ന് പറയുന്നത്. അവരെവിടെയൊക്കെ പോകുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാർ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും ആർക്കുണ്ട്? അമ്മമാർക്കുണ്ട്. പലപ്പോഴും കുട്ടികളുടെ കൂട്ടുകാരാരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയുന്ന 1, 2, 3 പേര് കാണും. അതിനപ്പുറത്തേക്ക് കുട്ടികളുടെ കൂട്ടുകാരെ കുറിച്ച് നമുക്ക് അറിവില്ല. അവിശ്വസിക്കണം എന്നല്ല, പക്ഷേ ജാഗ്രതയുടെ കണ്ണുകൾ നമുക്ക് തുറന്നു തന്നെ ഇരിക്കണം. അത് കൗമാരപ്രായത്തിൽ മാത്രമുണ്ടായാൽ പോരാ. കൊച്ചുകുട്ടിയായിരിക്കുന്ന നാളു മുതൽ ഈ ജാഗ്രതയുടെ കണ്ണുകൾ തുറന്നു വെച്ചില്ല എങ്കിൽ നമ്മുടെ ചുറ്റും ഒരുപാട് അപകടങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് മീതെ പതിയിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവും നമുക്ക് വേണം. ഇന്ന് ഞാൻ ഗവേഷണം ചെയ്യുന്ന വിഷയം തന്നെ ബാലലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. 2007 കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം നടത്തിയ പഠനമനുസരിച്ച്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിയ പഠനമനുസരിച്ച് 53.22% കുട്ടികൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. കുട്ടി എന്ന് പറയുന്ന നിർവചനത്തിൻ്റെ ഇടയിൽ വരുന്ന ആൾക്കാരെ കുറിച്ച്. അത് മറിച്ചു നിന്ന് നമ്മൾ വേറൊരു രീതിയിൽ കൂടി ചിന്തിക്കണം. 100 കുട്ടികളുണ്ടെങ്കിൽ പകുതിയിൽ കൂടുതൽ കുട്ടികൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടവരാണ് എന്ന ഒരു തിരിച്ചറിവാണ് ഈ കണക്ക് നമുക്ക് തരേണ്ടത്. പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അമ്മമാർ പറയാറുണ്ട്, ഇങ്ങനെയൊന്നും ഞങ്ങളുടെ കുടുംബത്ത് സംഭവിക്കുമോ? ഇല്ല. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ മക്കൾ സുരക്ഷിതരാണ് എന്നൊരു ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആ ബോധ്യം തികച്ചും തെറ്റിദ്ധാരണ മാത്രം ആണ്. ഒരു ചെറിയ ഉദാഹരണം നിങ്ങളോട് ഞാൻ പറയാം. ഒരു 7 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവളും അവളുടെ അമ്മയും മാത്രം വീട്ടിലുണ്ടായിരുന്ന ഒരു ശനിയാഴ്ച. ആ കുട്ടി സുരക്ഷിതയാണോ അല്ലയോ? സുരക്ഷിതയായിരിക്കും അല്ലേ? അമ്മയും മോളും തന്നെയല്ലേ ഉള്ളൂ? അതെ. അമ്മയും മോളും മാത്രമുള്ള സാഹചര്യത്തിൽ അമ്മയുടെ ആംഗ്ലയുടെ മോൻ 19 20 വയസ്സുള്ള ഒരു പയ്യൻ വീട്ടിൽ വന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ആണോ? അതെ. അമ്മ കുറച്ച് സമയം ഇവർ 3 പേരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ, ഓക്കെ നിങ്ങളാണ് എന്ത് ചെയ്യും? കുറച്ച് സമയം ആംഗ്ലയുടെ മോനുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മുടെ മോളും ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് എങ്ങോട്ട് പോകും? എന്തിനാ? ചായ കൊടുക്കാനായിട്ട്. ഈ അമ്മ എഴുന്നേറ്റ് അടുക്കളയിൽ പോയി ഒരു ചായ ഇട്ട്
ചായയുടെ കൂടെ കടിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മുടെയൊക്കെ അലമാരികളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എടുത്ത് അമ്മ തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ മുഖഭാവം മറ്റൊന്നായിരുന്നു. പക്ഷെ അമ്മ അത് മനസ്സിലാക്കിയില്ല. ഏകദേശം 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഡോക്ടറുടെ റെഫറൻസിലാണ് ഒരു കൗൺസിലിങ്ങിന് ഈ കുട്ടിയെ കൊണ്ടുവരുന്നത്. ഈ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന സമയത്ത് കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞ കാര്യം ഇതാണ്: എനിക്ക് പേടിയാണ്. സ്വന്തം അമ്മ വീട്ടിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ വിസിറ്റിംഗ് റൂമിൽ നിന്ന് അമ്മ അടുക്കളയിലേക്ക് പോയ ഒരു ഗ്യാപ്പ് എത്ര സമയം ഉണ്ടാവും? ഏതാ? മാക്സിമം ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ്, അതിൽ കൂടുതലില്ല. ഈ ഒരു സമയത്തിനിടയ്ക്ക് ഈ 19 അല്ലെങ്കിൽ 20 വയസ്സുള്ള ഈ പയ്യൻ ഈ പെൺകുട്ടിയോട് വളരെ മോശമായ രീതിയിൽ അവളെ കടന്ന് സ്പർശിച്ചു എന്നുള്ളതാണ് അവളുടെ പ്രശ്നം. മോശമായ രീതിയിൽ സ്പർശിച്ചു. അവളുടെ സ്വകാര്യ ശരീരഭാഗങ്ങളിൽ തന്നെ സ്പർശിച്ചു. ഇത് അവളിൽ ഒരുപാട് മാനസിക സംഘർഷങ്ങളുണ്ടാക്കി. അതിൻ്റെ തിക്താനുഭവമായിട്ടാണ് ഈ പെൺകുട്ടി വന്നത്. ഇതൊരു ഒറ്റപ്പെട്ട അനുഭവം അല്ല. ഇത്തരത്തിലുള്ള പല കേസുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ചായ എടുക്കാൻ പോകുന്ന ഒരു ഗ്യാപ്പിൽ പോലും നമ്മുടെ വീട്ടിൽ നമ്മൾ കൂടെ ഉള്ള സാഹചര്യത്തിലാണ് എങ്കിൽ പോലും നമ്മുടെ മക്കൾ സുരക്ഷിതര് അല്ല. ഏറ്റവും കൂടുതൽ ബാലലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്ന മറ്റൊരു വേദി എന്ന് പറയുന്നത് കുടുംബങ്ങളിൽ എന്തെങ്കിലും ചടങ്ങുകൾ നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് വിവാഹം പോലുള്ള ചടങ്ങുകൾ നടക്കുന്ന സമയത്ത്. കാരണം കുട്ടികളെ ശ്രദ്ധിക്കാൻ ആർക്കും സമയമില്ല. ഈ കേസുകളൊക്കെ പഠിച്ചാൽ ചൂഷകരായിട്ട് വന്നിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് കുട്ടിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നവർ, കുട്ടിയുമായി വ്യക്തമായ ഈവൻ രക്തബന്ധം ഉള്ളവർ തന്നെയാണ് കുട്ടികളോട് ചൂഷണം ചെയ്യുന്നത് കൂടുതൽ. ഞെട്ടിത്തെറിച്ച ഒരു സംഭവം കൂടി ഓർമ്മിക്കട്ടെ. നമ്മൾ വിചാരിക്കും കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നത് പുരുഷന്മാർ മാത്രമാണ്. ആണോ? അല്ല. സ്വന്തം അമ്മ മകനെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അമ്മയാണോ എന്ന് ചിന്തിച്ചു പോകും. സ്വന്തം അപ്പൻ മകളെ ചൂഷണം ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മൾ ഒട്ടനവധി പത്രത്തിൽ വായിച്ച് കേട്ടിട്ടുള്ളത് കൊണ്ട് അത്രയും ഒരു ഷോക്കിംഗ് ആയിരിക്കണം എന്നില്ല. പക്ഷെ ഇങ്ങനെയും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചില അർത്ഥങ്ങളിൽ ജാഗ്രത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയും. നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികൾ ഒരു കുറച്ച് സമയം ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അടച്ചിട്ടിരുന്ന് വലിയ ബഹളമൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ അമ്മമാർ ചിന്തിക്കും സമാധാനമുണ്ട് ഇല്ലേ, കുറച്ചു നേരം സ്വസ്ഥതയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. മറിച്ച് നമ്മുടെയൊക്കെ തലമുറകളിൽ, നമ്മുടെയൊക്കെ ബാല്യകാലത്ത് നമ്മുടെ അമ്മമാരായിരുന്നു ഈ സാഹചര്യത്തിൽ എങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, വീട്ടിലൊരു മുറി അടച്ചിട്ടിരുന്നാൽ ഒരു 5 മിനിറ്റ് ആവുന്നതിന് മുമ്പ് അമ്മയുടെ വിളി വരും. എന്താ? അത് ചോദിക്കുന്ന ഒരു പ്രത്യേക ചോദ്യമോട് ചോദിക്കും, എന്തു കുരുത്തക്കേടാ അവിടെ കാണിക്കുന്നത്? ഇന്ന് നമ്മൾ ചിന്തിക്കും അത്രയും സമാധാനമുണ്ടല്ലോ, സ്വസ്ഥതയുണ്ടല്ലോ, അടങ്ങിയിരിക്കുമല്ലേ എന്ന് ചിന്തിക്കും. ഇവിടെയാണ് നമുക്ക് മാറ്റം വരേണ്ടത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ തലമുറയ്ക്ക് ജാഗ്രത എന്ന് പറയുന്ന ഒന്ന് അന്യമായിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഒരു ജാഗ്രത വേണം. അത് ഞാൻ ഈ പറഞ്ഞ തരത്തിൽ
നമുക്ക് രക്തബന്ധമുള്ള വ്യക്തികളാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഗസ്റ്റായിട്ട് വരുന്നതെങ്കിലും ഗസ്റ്റായിട്ട് വരുന്നവരെ നിർത്തേണ്ടടുത്ത് നിർത്താൻ നമുക്ക് പറ്റും. ഇതിപ്പോൾ കേട്ടേച്ച് നാളെ മുതൽ വീട്ടിൽ ചെന്നേച്ച് ഇന്നലെ പ്രത്യേകിച്ച് പരുമല വെച്ച് ക്ലാസ് നടന്നപ്പോൾ ടീച്ചർ പ്രത്യേകം ആ ക്ലാസ് എടുത്ത കൊച്ചമ്മ പ്രത്യേകം പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഗസ്റ്റൊക്കെ അങ്ങ് മാറിയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണോ? അല്ല. നമ്മൾ പറയില്ലേ, നമുക്കൊരു മൂന്നാം കണ്ണ് അല്ലെങ്കിൽ നമുക്കൊരു അകക്കണ്ണ് പ്രവർത്തിക്കണം. ഒരു കാരണവശാലും ഗസ്റ്റിന് കമ്പനി കൊടുക്കാനുള്ള വ്യക്തികളല്ല നമ്മുടെ മക്കളെന്ന് തിരിച്ചറിയാനായിട്ട് മാതാപിതാക്കൾക്ക് പറ്റും. അതുപോലെ ഗസ്റ്റായിട്ട് വരുന്നവർ ചിലപ്പോൾ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കും, സ്വന്തം ആങ്ങളെയായിരിക്കും. പക്ഷേ ഒരു കാരണവശാലും ആൺകുട്ടികളെ പോലും അവരുടെ കൂടെ കിടക്കാനായിട്ട് അനുവദിക്കും. കുട്ടികൾക്ക് വേണ്ട റെസ്പെക്റ്റും കുട്ടികൾക്ക് വേണ്ട പ്രൊവിഷനും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ ഓക്കെ ഇന്ന് അങ്കിൾ വന്നതല്ലേ, മോനും അങ്കിളും കൂടെ ഒരുമിച്ച് കിടന്നു, അങ്കിൾ ഏത് തരക്കാരനാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ലോകം അങ്ങനെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവണം. നമ്മുടെ മക്കള് നമ്മുടെ കുടുംബത്ത് നമ്മൾ അറിയാതെ ആണ് എങ്കിൽ പോലും സുരക്ഷിതര് അല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും. എങ്കിൽ മാത്രമേ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കുള്ളൂ. അത് കൊച്ചുനാളിലേക്കായി. അതുപോലെ കൊച്ചുനാളുകളിൽ നമുക്ക് വേറൊരു പ്രവണതയുണ്ട്. അത് സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടല്ല, സ്വഭാവ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കുട്ടികളെ കൊണ്ട് കടയിലൊക്കെ പോകും അല്ലേ, കൊച്ചുനാളിൽ ഒക്കത്തൊക്കെ വെച്ചുകൊണ്ട്. ഈ ഒക്കത്ത് വെച്ചുകൊണ്ട് പോകുന്ന സമയത്ത് കുട്ടി പറയോ എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം? കുട്ടി പറയോ? ഇല്ല. പിന്നെ കുട്ടി പറയാൻ തുടങ്ങും. അത് കഴിയുമ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്, ഒരു കടയുടെ ഫ്രണ്ടിൽ കൂടെ കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? നമ്മൾ ആദ്യമൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെ ഒക്കത്തിരിക്കുന്ന കൊച്ചിനെ തോണ്ടിയിട്ട് പറയും, ചോദിക്കും, മോനെ അല്ലെ മോളെ നിനക്കിത് വേണോ? കൊച്ചിനറിയത്തില്ല. കൊച്ചി വേണമെന്നും പറയത്തില്ല, വേണമെന്നും പറയത്തില്ല, വേണ്ട എന്നും പറയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ആദ്യമായിട്ട് കുഞ്ഞിനെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതല്ലേ, ഇരിക്കട്ടെ. ഇത് പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസിനായി ഈ പ്രവണത വളരെ കൂടുതലുള്ളത്. പോകുന്ന വഴിക്കൊരു മുട്ടായി, ഒരു കളിപ്പാട്ടം. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല, പക്ഷെ ഇതിൻ്റെ ദോഷം. ഇത് കഴിയുമ്പോൾ അടുത്ത ദിവസവും നമ്മൾ പോകുമ്പോൾ കൊച്ചു പതുക്കെ ഈ സാധനം കാണുമ്പോൾ കൊച്ചിൻ്റെ മുഖഭാവത്തിനൊരിച്ചിരി വ്യത്യാസം വരും. അപ്പം നമ്മൾ കുട്ടികളുടെ മുഖഭാവം മനസ്സിലാക്കാനായിട്ട് വളരെ കഴിവുള്ള നമ്മൾ എന്ത് ചെയ്യും? ചോദിക്കും, അല്ലെ മോളോട് ചോദിക്കും, കൊച്ചിനത് വേണോ എന്ന് ചോദിക്കും. അപ്പോൾ കൊച്ചു പതുക്കെ തലയാട്ടും, നമ്മളത് സാധിച്ചു കൊടുക്കും. അടുത്ത പ്രാവശ്യമാകുമ്പോൾ വീണ്ടും കുട്ടി ആ ഒരു സാധനത്തെ തന്നെ നോക്കും, അല്ലെങ്കിൽ നമ്മളെ തോണ്ടി വിളിച്ചിട്ട് ചോദിക്കും, അത് കാണിക്കും, കൈ ചൂണ്ടി കാണിക്കും. ഈ കൈ ചൂണ്ടി കാണിക്കുന്ന സമയത്ത് നമ്മളത് വിചാരിക്കും, നമ്മൾ എന്ത് വിചാരിക്കും? അപ്പോൾ എൻ്റെ കൊച്ച് ആദ്യമായിട്ടൊന്ന് ചോദിച്ചതല്ലേ, വാങ്ങിക്കൊടുക്കും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം വാങ്ങിക്കൊടുത്തതിന് ശേഷം പിന്നെ ഒരു തവണ ചോദിക്കുമ്പോൾ നമ്മൾ കുട്ടിക്ക് എന്ത് ചെയ്തില്ല? വാങ്ങിക്കൊടുക്കുമോ? ഇല്ല. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? കരയാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും, പാവം വിഷമിക്കണ്ടെന്ന് കരുതി വാങ്ങിക്കൊടുക്കും. അപ്പോൾ കുട്ടി ഒരു കാര്യം പഠിക്കുകയാണ്, ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കരഞ്ഞാൽ കിട്ടും. അടുത്ത പ്രാവശ്യമായപ്പോൾ കരഞ്ഞു, പക്ഷെ കിട്ടിയില്ല. കരഞ്ഞിട്ട് കിട്ടാതെ വന്നപ്പോൾ ഇച്ചിരി ദേഷ്യത്തിൽ കരഞ്ഞപ്പോൾ കുട്ടിക്ക് കിട്ടി. അപ്പോൾ കുട്ടി അടുത്ത കാര്യം പഠിച്ചു, ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കരഞ്ഞാൽ കിട്ടും, കരഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ ഇച്ചിരി ഉറക്കെ കരഞ്ഞാൽ മതി, അല്ലെങ്കിൽ ദേഷ്യം കൂട്ടി കരഞ്ഞാൽ മതി. അങ്ങനെയും കരഞ്ഞ്
സാധിച്ചു കിട്ടി. അടുത്ത തവണ വരുമ്പം ചോദിക്കുകയില്ല, കരയുകയില്ല, ദേഷ്യത്തിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ആ ദേഷ്യം അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റുള്ളവർ കണ്ടാൽ മോശമല്ലേ, മറ്റുള്ളവർ കണ്ടാൽ എന്താ മോശം, എൻ്റെ അഭിമാനത്തിനാ മോശം, മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, ആ കൊച്ചിന് അതൊന്ന് വാങ്ങിക്കൊടുത്താൽ അവർക്ക് എന്താ കുഴപ്പം എന്ന് ചിന്തിക്കില്ലേ എന്ന് കരുതി നമ്മൾ വീണ്ടും വാങ്ങിക്കൊടുക്കും. അവിടെ കുട്ടി വിചാരിക്കുകയാണ് ഓക്കെ ഇനി അത്രയും ബഹളം വെച്ചാലേ കിട്ടുള്ളൂ എന്ന്. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളെ പിടിവാശി എന്ന് പറയുന്ന ഒരു സ്വഭാവം വളർത്തിയെടുത്തുകൊണ്ട് വരുന്നത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് ആവശ്യമുള്ള കാര്യം, അതിൽ ഞാൻ പറയും ആവശ്യവും അത്യാവശ്യവും ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് തിരിച്ചറിവുണ്ടോ? ഇല്ല. ഒരു സ്കൂളിലോട്ട് ചെന്നാൽ നമുക്ക് കാണാം എത്രയോ പെൻസിലായിരിക്കും, എത്രയോ പേനയായിരിക്കും നിലത്ത് കിടക്കുന്നത്. പക്ഷെ ഒരു വ്യത്യസ്തമായ ഒരു സ്കൂൾ അനുഭവം ഇതായിരുന്നു. ഒരു ദിവസം ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ക്ലാസ്സിൽ കിടന്ന ഒരു പെൻസിലോ പേനയോ കുനിഞ്ഞെടുത്തു കഴിയുമ്പോൾ ഫ്രണ്ടിലിരുന്ന കുട്ടിയോ എഴുന്നേറ്റ് നിന്നിട്ട് ഉടനെ പറഞ്ഞു, അയ്യോ ടീച്ചർ അത് നിലത്ത് പോയതല്ലേ, ടീച്ചർ എടുക്കണ്ടാവും. തിന്നുന്ന ഐറ്റംസ് ഒന്നും ആണോ? അല്ല. എന്നതാ? പേനയോ പെൻസിലോ ആ. പക്ഷെ നമ്മുടെ കുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് താഴെ പോയി കഴിഞ്ഞാൽ പോയി, ഇനി അത് എടുക്കരുത്. എന്തുകൊണ്ടാ? അത്രയും ധാരാളിത്വത്തിലും അത്രയും ആർഭാടത്തിലുമാണ് നമ്മുടെ മക്കള് ജീവിക്കുന്നത്. അതിന് നമുക്കൊരു കാരണമുണ്ട്. എന്തായിരിക്കും? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട വളർന്നത്. ഞാൻ അനുഭവിച്ച തരത്തിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ആർക്കുണ്ടാവരുത്? എൻ്റെ കുട്ടിക്ക് ഉണ്ടാവരുത്. ശരിയായ ഒരു പ്രവണതയാണോ? അല്ല. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ കുട്ടികളെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്താണ് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വേണം അവർ വളരാൻ. അതിനു വേണ്ട സാഹചര്യമാണ് ഒരുക്കി കൊടുക്കേണ്ടത്. അല്ലാതെ അവർക്ക് എല്ലാം സാധിച്ചു കൊടുക്കുന്ന പ്രൊവൈഡർ അല്ല മാതാപിതാക്കൾ. അവർക്ക് വേണ്ടതിനെയും വേണ്ടാത്തതിനെയും തിരിച്ചറിയാൻ, ആവശ്യവും അത്യാവശ്യവും വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പാടില്ല. കയ്യിൽ അണുക്കളൊക്കെ പറ്റിയില്ലേ, രോഗം വരില്ലേ? അത്രയും ഓവർ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് ഇരിക്കുന്നത്. ആവശ്യങ്ങളെ മാറ്റിവെക്കാനും അത്യാവശ്യങ്ങൾ മാത്രം സാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ കുടുംബങ്ങളിൽ അത്യാവശ്യമായിട്ട് തന്നെ ഉണ്ടാവണം. ആവശ്യങ്ങളെ മാറ്റിവെക്കാൻ അതില്ല എങ്കിൽ ഒരു ഉടുപ്പിന് പറ്റുന്ന നിറത്തിലുള്ള ചെരുപ്പ് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ എന്ത് ചെയ്യും? ആ ഡ്രസ് ഇടത്തില്ല. കുറച്ചുകൂടെ ഒരു ഡ്രസ്സിന് ചേരുന്ന ചെരുപ്പ് കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി ചെയ്തതാ. ചെരുപ്പ് എനിക്ക് അവൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു അതിനു മുമ്പ് വാങ്ങി തന്ന ഡ്രസ്സിന് ചേരുന്ന ചെരുപ്പ് ഈ ഡ്രസ്സിനും ചേരും. അപ്പോഴേ തന്നെ അവൾ കണ്ടുപിടിച്ച ന്യായം ഇതാണ്: എൻ്റെ പപ്പായ്ക്ക് എന്നോടൊട്ടും സ്നേഹമില്ല, പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഒരു മുഴം കയറിൽ അവൾ തീർത്തു. നടന്ന സംഭവം. ആവശ്യങ്ങളെയും അത്യാവശ്യം കൊച്ചുനാളിൽ മുതൽ അങ്ങനെ ശീലിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾക്ക് മനസ്സിലാവണം, നമ്മൾക്ക് ബോധ്യമുണ്ടാവണം.
അവരെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കിട്ടുന്നതല്ല. ഇന്ന് നമ്മൾ വീടുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ നമുക്കറിയാം കുട്ടിക്ക് എന്ത് വേണം. ഒരു പെൻസിലായിട്ട് നിങ്ങൾ ആരെങ്കിലും മാതാപിതാക്കൾ കടയിൽ നിന്ന് പോയി വാങ്ങാറുണ്ടോ? ഒരു ചുരുങ്ങിയ ഉദാഹരണമാണ്. വാങ്ങാറുണ്ടോ? ഇല്ല. എത്ര പെൻസിൽ വാങ്ങും? ഒരു പാക്കറ്റ് പെൻസിൽ, ഒരു പാക്കറ്റ് പെൻ, ഇതൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ഇന്നൊരു പെൻസിൽ കളഞ്ഞിട്ട് വന്നാലും എനിക്ക് വീട്ടിൽ ചെന്നാൽ പെൻസില് കിട്ടും. അമ്മയുടെ അടുത്ത് വന്ന കുട്ടി ചോദിക്കുക, എനിക്കൊരു പെൻസിൽ എൻ്റെ പെൻസിൽ പോയി, എനിക്കൊരു പെൻസിൽ വേണം, തരാമോ എന്നാണോ ചോദ്യം? അല്ല, എനിക്കൊരു പെൻസിൽ വേണം. കുട്ടിക്ക് അറിയാം, ചോദിച്ചാൽ അപ്പം തന്നെ അമ്മ അലമാര തുറന്ന് ആ പാക്കറ്റിന്റെ അകത്തുനിന്ന് ഒരെണ്ണം എടുത്തു തരും എന്ന് അറിയാം. കുട്ടിക്ക് പെൻസിൽ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആവശ്യവും അത്യാവശ്യവും വേർതിരിച്ചറിയാനായിട്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അതുപോലെ കുടുംബത്തിലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചില കുടുംബനാഥന്മാര് അത് സ്വന്തം ഭാര്യയോട് പോലും പറയാറില്ല. ശരിയാണോ? ഒരുപാട് വിഷമിക്കും. അവസാനം എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് ഭാര്യ പോലും അറിയുന്നത് ഇത്രയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മക്കളോട് പറയില്ല, കാരണം മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെയും സാധിച്ചു കൊടുക്കണം. മക്കൾക്ക് വിഷമവും. അപ്പൊ ഈ ബുദ്ധിമുട്ടെല്ലാം ഞാൻ അറിഞ്ഞാൽ പോരെ എന്നുള്ള രീതിയിലായിരിക്കും കുടുംബനാഥന്മാർ പെരുമാറുക. പക്ഷേ അതല്ല വേണ്ടത്. കുടുംബത്തിന് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അത് ഭാര്യയോടും മക്കളോടും യഥാസമയത്ത് പറയണം. അതനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം മുമ്പോട്ട് നയിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം. മക്കളെ അതിന് പ്രേരിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? അമ്മമാർക്ക് ഉണ്ട്. വരവറിഞ്ഞ് ചെലവ് ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് വേണം. പലപ്പോഴും ഇന്ന് അങ്ങനെ ഇല്ല. പണ്ട് ഒരു സിനിമയുണ്ടായിരുന്നു, തലയിണമന്ത്രം എന്ന് പറഞ്ഞിട്ട്. കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരൊന്നല്ലേ? ഉണ്ട്. ഭർത്താവിൻ്റെ വരുമാനത്തിൽ കവിഞ്ഞ് ചിലവഴിക്കുന്ന അല്ലെങ്കിൽ ആർഭാടത്തിന് പിന്നാലെ പോകുന്ന ഒരു ഭാര്യയും അതേ തുടർന്നുണ്ടാകുന്ന തിക്താനുഭവങ്ങളുമൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ സ്വയം ഒന്ന് വിലയിരുത്തുക. എൻ്റെ കുടുംബത്തിൻ്റെ വരവനുസരിച്ചിട്ടാണോ ഞാൻ ചെലവ് ചെയ്യുന്നത്? ഏറ്റവും നിസ്സാരം, പച്ചക്കറി വാങ്ങിയാൽ ആ പച്ചക്കറി അഴുകാതെ പ്രയോജനപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യം. ഇത്രയും വരെ നമ്മൾ ശ്രദ്ധിക്കും. പലയിടത്തും കാണാറുണ്ട്, ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കും, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അഴുകും, അവസാനം ഇതൊക്കെ എടുത്ത് കളയും. ഇതൊന്നും ശരിയായ ഒരു പ്രവണത അല്ല. ഇത് കണ്ടു വളരുന്ന മക്കളും പഠിക്കും, സാരമില്ല, ചീഞ്ഞു പോയാൽ അല്ലെ കേടായാൽ എടുത്ത് കളഞ്ഞാൽ മതി. അങ്ങനെയല്ല. നമുക്കുള്ള വിഭവങ്ങളെ പ്രയോജനപ്രദമാകുന്ന തരത്തിൽ ഉപയോഗിക്കുവാനുള്ള ഒരു മനസ്സ് മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. അത് നഷ്ടപ്പെടുത്താതെ. നമുക്കതുകൊണ്ട് പ്രയോജനമില്ല എങ്കിൽ പ്രയോജനമുള്ളവന് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. മാതാപിതാക്കൾ കൊടുക്കുന്നത് കണ്ടെങ്കിലേ മക്കളും കൊടുക്കുള്ളൂ. ഷെയറിങ് എന്ന് പറയുന്നത്
ഇന്നത്തെ തലമുറയ്ക്കില്ല എന്ന് നമ്മൾ ഒരുപാടടുത്ത് കരയാറുണ്ട് ഇല്ലേ? ഒട്ടും ഷെയർ ചെയ്യത്തില്ല. എങ്ങനെയാ ഷെയർ ചെയ്യുന്നത്? നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഷെയർ ചെയ്യാനുള്ള ഒരു മനോഭാവം നമുക്ക് വേണം. ഞാൻ പറഞ്ഞു മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകകളാകേണ്ട ആവശ്യകതയെപ്പറ്റി. ഇതൊക്കെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ മക്കൾക്ക് മുമ്പിൽ ഉണ്ടാവേണ്ട മാതൃകകൾ തന്നെയാണ്. മക്കളോട് സംസാരിക്കുന്ന രീതി, മക്കളോട് സംസാരിക്കുന്ന രീതി പറയുന്നതിന് മുമ്പ് മാതാപിതാക്കൾ പരസ്പരം എങ്ങനെയാണ് സംസാരിക്കുന്നത്? മാതാപിതാക്കൾ പരസ്പരം എങ്ങനെയാണ് സംസാരിക്കുന്നത്? പരസ്പര ബഹുമാനത്തോടെയുള്ള ഒരു സംസാരം മാതാപിതാക്കൾക്കിടയിൽ ഉണ്ടോ? ഇല്ല. ഒരു സ്കൂളിൽ ചെന്നിട്ട് ചേട്ടനും അനിയനും അല്ലെ ആംഗ്ലയും പെങ്ങളുമായിട്ടുള്ളവരെയൊക്കെ ഒന്ന് ഏൽപ്പിച്ചു നിർത്തിയിട്ട് ഇളയ കുട്ടികളോട് ചോദിക്കുക, നിങ്ങളുടെ മൂത്തവരെ നിങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഇന്ന് മൂത്ത മക്കളെ വിളിക്കുക? ഇളയവർ മൂത്തവരെ എന്താ വിളിക്കുന്നത്? ഏതാ? അച്ചാച്ചൻ, അമ്മാമ്മ, ചേച്ചി. എത്ര പിള്ളേർ വിളിക്കും ഇങ്ങനെ? എത്ര പിള്ളേർ വിളിക്കും? ഇതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ ശരിയായിരിക്കാം, സംഭവിക്കുന്നുണ്ടാവും. സ്കൂളിൽ കുട്ടികളെ ഏൽപ്പിച്ച് നിർത്തിയിട്ട് ഇളയ കുട്ടിയോട് മൂത്ത കുട്ടി ഏതാണെന്ന് ചോദിക്കുകയാണ്, ദേ ആ നിൽക്കുന്ന നീല ഷർട്ടില്ലേ അവനാ എൻ്റെ ചേട്ടൻ. പറയും, അവനാണ് എൻ്റെ ചേട്ടൻ, അല്ലെ അവളാണ് എൻ്റെ ചേച്ചി. നീ അനിയനെയും അനിയത്തിയോ? അത് അവനും അവളല്ലാതെ ഇല്ല. അപ്പോൾ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ തയ്യാറാണ്. ഭർത്താവ് ഭാര്യയെ എടി പോടി എന്നും ഭാര്യ ഭർത്താവിനെ എടാ പോട എന്നുമാണ് വിളിക്കുന്നെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റൈൽ അതൊക്കെയാണെന്നാണ് പറയുന്നത്. ആണോ? ആന്നാ പറയുന്നത്. അങ്ങനെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മക്കൾ അപ്പനെ അമ്മ എന്തോ വിളിക്കും? ഒരുപാട് കുഞ്ഞു പിള്ളേരെ, 2, 3, 4 വയസ്സുള്ള പിള്ളേർ അപ്പനെ അമ്മയും വളരെ മനോഹരമായിട്ട് പേര് വിളിക്കും. ജോർജ് കുട്ടി, മറിയക്കുട്ടി എന്നൊക്കെ വിളിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭാര്യയും ഭർത്താവും എങ്ങനെ പരസ്പരം വിളിക്കുന്നു. ഇനി മക്കൾ അപ്പനെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? പലപ്പോഴും അത് പഠിക്കുന്നത് എങ്ങനെയാണ്? അമ്മ എങ്ങനെ വിളിക്കുന്നു എന്ന് കേട്ടിട്ടാണ്. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് അച്ചായ എന്ന, മക്കൾ അപ്പനെ വിളിക്കുന്നതും അച്ചായ എന്ന. അപ്പം അതുകൊണ്ട് ഇതും നമ്മുടെ മുമ്പിൽ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ, അതുപോലെ പരസ്പരം ബഹുമാനിക്കുന്ന തരത്തിൽ, അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു ആശയവിനിമയവും മാതാപിതാക്കളുടെ ഇടയിൽ ഉണ്ടെങ്കിലേ ചേട്ടാൻ സഹോദരങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിലും ഈ ഒരു ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എടാ ഇവിടെ വാടാ, എടി ഇങ്ങ് വാടി എന്ന് പറയുന്ന ഒരു സാഹചര്യമായി മാറും. കുട്ടികളും അത് തന്നെ ആവർത്തിക്കും. അതുപോലെ തന്നെ അമ്മമാരോട് പറയണമെന്ന് ഞാൻ കരുതിയ മറ്റൊന്ന്, നമ്മുടെയൊക്കെ സമൂഹത്തിൽ സ്ത്രീകളാണ് കൂടുതലായിട്ടുള്ളത്. എങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരു കൂടുതലും പാട്രിയാർക്കൽ, അതായത് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമൂഹമാണ്. ഇന്ന് പലരും പറയാറുള്ള ഒരു പരാതിയാണ് ആൺപിള്ളേർക്ക് പെൺപിള്ളേരെ ഒരു പുച്ഛമാണ്, വിലയില്ല എന്ന്. എങ്ങനെയാണ് ഈ വില ഇല്ലാതാവുന്നത്?
പെൺകുട്ടിയെ റെസ്പെക്റ്റ് ചെയ്യേണ്ട രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യാൻ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പഠിപ്പിക്കുന്നില്ല. ഒരു അനുഭവം പറയാം. ഒരു കൊച്ചു പയ്യൻ, അവൻ്റെ ചേച്ചി, ഇവർ രണ്ടുപേരെയും കൂടെ അമ്മയാണ് കൊണ്ടുവന്നത്. ഈ കൊച്ചു പയ്യൻ എൻ്റെ അടുത്ത് പറയാം, ആൻറ്റിക്ക് കാണണോ അവക്കിട്ട് തല്ലു കൊടുപ്പിക്കുന്നതാണോ എന്ന് ചോദിച്ചു. ചേച്ചിക്കിട്ട് ചേച്ചിയെ എന്നല്ല പറയണേ, അവക്കിട്ട് തല്ലു കൊടുക്കുന്നത് കാണണം. ഞാൻ സൂത്രപ്പണി പ്രയോഗിക്കാറുണ്ട്. അവൻ പ്രയോഗിക്കുന്ന സൂത്രപ്പണി ഇത്രേ ഉള്ളൂ. അവൻ ആദ്യം ചേച്ചിയെ, ഇളയതല്ലേ, ചേച്ചിയെ പോയി ഒന്ന് തോണ്ടും. അപ്പോൾ ചേച്ചി തട്ടും, ആദ്യം തട്ടും. അത് കഴിയുമ്പോൾ ആ തോണ്ടൽ ഇച്ചിരൂടെ കൂടുമ്പോൾ ചേച്ചി ചിലപ്പോൾ ഒന്ന് ഇടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ചേച്ചി അങ്ങ് അടിക്കും. ചേച്ചി അടിക്കുമ്പോൾ ചേച്ചി, നമുക്കറിയാം പെൺപിള്ളേർ കരഞ്ഞു വരുമ്പോഴത്തേക്ക് ഇച്ചിരി പതുക്കെയായിരിക്കും. അവൾ കരയാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പം ഇവൻ അതിനേക്കാൾ ഒച്ചത്തിൽ കരഞ്ഞിട്ട് പറയും, അമ്മേ ഈ ചേച്ചി എന്നെ അടിച്ചു. അമ്മ വന്നു കഴിയുമ്പം അമ്മ എന്ത് ചെയ്യും? അമ്മ ഇത്രേ ചിന്തിക്കുള്ളൂ, ആരാ മൂത്തത്? പെങ്കൊച്ച്. മര്യാദയ്ക്ക് ഇരിക്കേണ്ടത് ആരാ? പെങ്കൊച്ച്. അമ്മ അടുത്ത ഡയലോഗ് കൂടെ പറയും, ഒന്നും അല്ലേലും നീ ഒരു പെങ്കൊച്ചല്ലേ, നീ വേണ്ടേ ക്ഷമിക്കാൻ. അവൻ്റെ കേൾക്കലാ പറയുന്നത്. നമ്മൾ ഒരു തലമുറ മുഴുവൻ മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആ തലമുറയെ ഓർത്ത് കരയല്ല നമ്മൾ ചെയ്യേണ്ടത്. വരുന്ന തലമുറയെ, സ്ത്രീയെ ബഹുമാനിക്കുന്ന ഒരു തലമുറയായിട്ട് വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? അമ്മമാർക്കുണ്ട്. പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് ആങ്ങളമാർക്ക് എന്ത് മോശമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പെങ്ങളോട് പെരുമാറാം എന്നുള്ള ഒരു സാഹചര്യം ഒരു കാരണവശാലും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. നമുക്കൊരു ഉത്തരവാദിത്വം വേണം. അത് നമുക്കറിയാം, കുടുംബങ്ങളിൽ കുട്ടികൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും സമൂഹത്തിൽ ആ കുട്ടികൾ ഇടപെടുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് മക്കളെ നല്ല രീതിയിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത്, അല്ലാതെ അവരെ വളർത്തുക എന്നുള്ളതല്ല. അവരെ നല്ല സ്വഭാവമുള്ള മക്കളാക്കി വളരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റണം എങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീയെയും പുരുഷനെയും പരസ്പരം അംഗീകരിക്കാനും ബഹുമാനിക്കാനും നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ വളരുന്ന തലമുറയെ പഠിപ്പിക്കും. അത് ആദ്യം പഠിക്കുന്നത് സഹോദരങ്ങൾക്കിടയിലുള്ള ബന്ധത്തിൽ. ഞങ്ങൾ പറയും ജെൻഡറിങ് എന്ന് പറയും, ഈ ഒരു പ്രിൻസിപ്പിളിനെയും പ്രോസസ്സിനെയും ഒക്കെ. അപ്പോൾ ഈ ജെൻഡറിങ്, ഇപ്പം ഒരു ജെൻഡറിന് അനുകൂലമാകുന്ന തരത്തിൽ മാത്രമുള്ള പെരുമാറ്റങ്ങളും രീതികളും ഒന്നും നമ്മുടെ ഇടയിൽ നിന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ശരിയെ അംഗീകരിക്കാനും തെറ്റിനെ തെറ്റായി കണ്ട് അതിനെ തിരുത്താനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും. അത് പെൺകുട്ടി ചെയ്തോ ആൺകുട്ടി ചെയ്തോ എന്നുള്ളതിലല്ല. ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം, ആര് ശരി ചെയ്താലും അംഗീകരിക്കപ്പെടണം. അത്തരത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഏറെക്കുറെ പൂർത്തിയാവുകയാണ്. ഒരു 5 മിനിറ്റ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഈ അവശേഷിക്കുന്ന 5 മിനിറ്റ് ഒരു കാര്യം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ, ഇൻ്റർനെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടികളിലൊക്കെ പോകുമ്പോൾ
മദ്യപാനവും ഒരു സ്റ്റാറ്റസ് സിമ്പലായിട്ട് തന്നെ കാണുന്ന ഒരു പ്രവണതയുണ്ട്. ഇത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. മാതാപിതാക്കൾ ഇപ്പോൾ പലപ്പോഴും മുമ്പൊക്കെ കുടുംബങ്ങളിൽ പുരുഷന്മാർ മാത്രമായിരുന്നു മദ്യപിക്കുന്നത് സാഹചര്യമെങ്കിൽ ഇന്ന് പല കുടുംബങ്ങളിലും ഈവൻ ഭാര്യയും ഭർത്താവും കഴിക്കുന്ന പ്രവണത ഉണ്ട് എന്ന് ചില കേസുകൾ കണ്ടപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയുക, ചില കേസുകൾ കണ്ടപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ടു വളരുന്ന കുട്ടികൾ അവർ മദ്യത്തിനും മയക്കുമരുന്നിലേക്കും പോകുന്നില്ല എങ്കിൽ നമ്മൾ അതിശയിക്കുകയായിരിക്കും. നമുക്കറിയാം, ഇന്ന് പത്രമാധ്യമങ്ങളിൽ നമ്മൾ ഒട്ടനവധി വാർത്തകൾ വായിക്കുന്നുണ്ട്. നമ്മുടെ യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിലുമൊക്കെ അടിമപ്പെടുന്നു. അതിന് വേണ്ടുന്ന ഒരു ജാഗ്രത കൂടി നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. ഇന്ന് നമുക്കറിയാം, ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവാം, ചില മതചിഹ്നങ്ങൾ പോലും ഇതിൻ്റെ ഏജൻ്റാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തി എന്നുള്ളത്. കയ്യിൽ കെട്ടുന്ന ചില ചരടിൽ ചില നിറത്തിലുള്ള 3 മുത്തുകളുണ്ട് എങ്കിൽ അത് കാണുന്ന കുട്ടിക്ക് മനസ്സിലാവും അവൻ കഞ്ചാവിൻ്റെ ഏജൻ്റാണ്. ക്രൈസ്തവർ ചില വിഭാഗക്കാർ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കൊന്ത, ഈ കൊന്തയിൽ ചില നിറം എന്ന് പറഞ്ഞാൽ മഞ്ഞ, ചുവപ്പ്, ആർക്കെങ്കിലും അറിയാമോ? 3ാമത്തെ നിറം പച്ച. ഈ 3 നിറത്തിലുള്ള മുത്തുകൾ കൊണ്ട് ഈ അടുത്ത കാലത്ത് ഒരു അമ്മച്ചി പറഞ്ഞത് കേൾക്കാനിടയായി, ഇപ്പം വന്ന് കൊന്തയ്ക്കും നിറമൊക്കെ മാറിത്തുടങ്ങി. കളർഫുൾ കൊന്തകളൊക്കെ ഇട്ടാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പള്ളിക്കൂടത്തിൽ പോകുന്നത്. പണ്ടൊന്നും എൻ്റെ മകന് കൊന്തയൊന്നും ഇടത്തില്ലായിരുന്നു. അമ്മ വലിയ അഭിമാനത്തോടെയാണ് പറഞ്ഞത്. പക്ഷെ അമ്മ അറിയുന്നില്ല, അവൻ കഞ്ചാവിൻ്റെ ഏജൻ്റാണ് എന്നുള്ളതിൻ്റെ അടയാളമാണ് അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന കൊന്ത എന്ന് ആ അമ്മ അറിഞ്ഞില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയണം. ഇനി കഞ്ചാവ് മാത്രമല്ല ഇന്ന് നമ്മുടെ കുട്ടികൾ ഈ പറയുന്ന അഡിക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്ന തിരിച്ചറിവും നിങ്ങൾക്കുണ്ടാവണം. ഏറ്റവും പുതിയ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പശ. ചിലരെങ്കിലും അത്ഭുതപ്പെടുന്നുണ്ടാവും, പശയ്ക്ക് എന്താ അഡിക്ഷൻ എന്ന്, ഇല്ലേ? പശ മൂക്കിൽ വലിക്കുന്നത് സ്ഥിരമായിട്ട് പ്രവണതയാക്കിയിട്ടുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അത് അല്ല, പക്ഷെ ഞാനത് ഇവിടെ പറയുന്നതിനൊരു കാരണമുണ്ട്. അമിതമായിട്ട് പശ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവണം, ഈ പശയ്ക്ക് എന്താ ഇത്രയും ആവശ്യം. ഇനി വേറൊരു ഐറ്റം ഉണ്ട്. എന്തുവാ? ആർക്കെങ്കിലും അറിയാമോ? ഇവർക്കറിയത്തില്ല, പക്ഷെ ഇവരത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ പറയാ, വൈറ്റ്നർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അതെന്നാ? എഴുതിയത് തെറ്റ് വന്നാൽ മായ്ക്കുന്ന സാധനമാണ് വൈറ്റ്നർ. ഇത് വളരെ വ്യാപകമായിട്ട് കുടിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങൾക്ക് അയ്യോ എന്ന് വിളിക്കുന്നു. ഇതൊക്കെ ഇന്ന് അഡിക്ഷൻ്റെ പുതിയ രൂപങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. മറ്റൊരു അഡിക്ഷനാണ് രാത്രി കാലങ്ങളിൽ രാത്രി വെളുക്കോളം മൊബൈലിൽ സംസാരിക്കുന്നു. ആരോട് സംസാരിക്കുന്നു അറിയില്ല. പല മാതാപിതാക്കളും പറയാറുണ്ട്, അവനല്ലെങ്കിൽ അവൾക്ക് ഞാൻ ഫോണൊന്നും കൊടുത്തിട്ടില്ല, എൻ്റെ ഫോണും കൊണ്ട് പോയി രാത്രി പാട്ട് കേൾക്കുന്നു എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. പാട്ടാണോ കേൾക്കുന്നതെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ജാഗ്രത ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു,
പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിന്ന് കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിലുള്ള കാര്യങ്ങൾ, മക്കളെ വളർത്തുന്നതിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ജാഗ്രതയുടെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരു കുറച്ച് വിഷയങ്ങളിൽ മാത്രമാണ് ഞാൻ ചില ചിതറിയ ചിന്തകൾ നിങ്ങൾക്ക് പങ്കുവച്ചത്. ഈ ചിതറിയ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ, നമുക്കറിയാം പരിശുദ്ധ പരമല തിരുമേനിയുടെ 112 ഓർമ്മ ആചരിക്കുന്ന സമയമാണിത്. തിരുമേനിയുടെ ജീവിതം പ്രാർത്ഥന നിറഞ്ഞ ഒരു ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പ്രാർത്ഥന അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രാർത്ഥനയുടെ ഈ തിരുനാൾ ഈ ഒരു ഓർമ്മ ആചരണത്തിൽ ഭാഗഭാക്കുകളാകുമ്പോൾ തിരുമേനിയുടെ പ്രാർത്ഥനാ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്കും കൂടി ഒന്ന് നേർച്ചാല് പോലെ വെട്ടിയൊഴുക്കാനും ഇവിടെ കേട്ട കാര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് എന്നും അത് നമുക്ക് കരുത്തും പ്രാപ്തിയുമൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ അവയെ വരുതിയിൽ നിർത്താനായിട്ട് നമുക്ക് സാധിക്കും എന്ന ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ ചൈതന്യം വേണം. അതിനുള്ള മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കട്ടെ. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. എങ്കിലും ഒരാൾ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം വെച്ച് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ ഈ ഓർമ്മയാചരണം കൊണ്ട് സാധിക്കുന്നു എങ്കിൽ അത് ഈ ഓർമ്മയാചരണത്തിൻ്റെ ധന്യതയാണ് എന്ന് ഞാൻ പറയും. ഈ ഒരു ധന്യമായ വേളയിൽ ഒരു 2 മണിക്കൂറോളം നിങ്ങളോട് ഇത്തരത്തിൽ സംസാരിക്കുവാനായിട്ട് ഒരു അവസരം ഒരുക്കി തന്ന മത്തുമറിയ സമാജത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന തിരുമേനിയോടും വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന അച്ഛനോടും ഇതിൻ്റെ ഭാരവാഹികളോടും ഒക്കെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു പുതിയ മാറ്റത്തിൻ്റെ വെളിച്ചം വീശുവാൻ ഈ വേദി നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.